നമസ്കാരം. രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 1.5 മാസമായി നടന്ന പാലക്കാടൻ പോര് അതിന്റെ ശബ്ദപ്രചരണം ഇന്നലെ അവസാനിച്ച ദിവസമാണ്. വലിയ ആവേശത്തിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും ജനങ്ങൾക്ക് മുന്നിലെത്തി. വലിയ തരത്തിലുള്ള പ്രകടനങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് വിശ്രമമില്ല, നിശബ്ദ പ്രചരണമാണ്. നാളെയാണ് നമുക്കറിയാം കാത്തിരിക്കുന്ന പാലക്കാടൻ വോട്ടെടുപ്പ്. അത് ഓരോ മുന്നണികൾക്കും പ്രധാനമായതുകൊണ്ട് തന്നെ ഇന്നും വിശ്രമമില്ലാതെ പ്രവർത്തകരും നേതാക്കളുമൊക്കെ ഭവനങ്ങളിലെത്തും, ആളുകളെ കാണും, വോട്ടർമാരെ കാണും, പൗരപ്രമുഖരെ കാണും. അങ്ങനെ സജീവമായ ഒരു ദിവസം തന്നെയാണ് പാലക്കാട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വയനാട്ടിലാണ്. നമുക്കറിയാം വയനാട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായമെത്താത്തതിൽ വലിയ പ്രതിഷേധം കേരളത്തിലുണ്ട്. ഇരു മുന്നണികളും, അതായത് LDFും UDFും സംയുക്തമായി നടത്തുന്ന ഒരു ഹർത്താലിന് വയനാട് സാക്ഷ്യം വഹിക്കുകയാണ്. കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും സഹകരിക്കണം എന്ന് മുന്നണികൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് പോസിറ്റീവായ ഒരു സമീപനം ഒരുപക്ഷെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകും എന്ന് കരുതാം. കാരണം ദുരന്ത മേഖലയാണ്, ദുരിതബാധിതരാണ്. അവഗണന അത് ഒട്ടും നമുക്ക് അംഗീകരിക്കാനാവുന്നതുമല്ല. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്, ശബരിമല വിശേഷങ്ങളുണ്ട്. നമുക്ക് ആദ്യം പോകേണ്ടത് വയനാട്ടിലേക്ക് തന്നെയാണ്. വയനാടിനെ മറന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ഹർത്താൽ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുമാണ് LDFും UDFും ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വയനാട് ലക്കിടിയിൽ ജില്ലാ പ്രവേശന കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ആദ്യം പോകേണ്ടത് CV അനുമോദിലേക്കാണ്. കടകളടച്ചും വാഹനങ്ങൾ നിരത്തിലിറക്കാതെയും ഹർത്താലിനോട് സഹകരിക്കണം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിനകം തന്നെ LDFും UDFും ജനങ്ങൾ ഒരുപക്ഷെ അതിനോട് പോസിറ്റീവായ സമീപനം സ്വീകരിച്ചേക്കാം. പക്ഷേ അങ്ങനെ ഇല്ലാത്തവരെ തടയും എന്നുള്ള മുന്നറിയിപ്പ് കൂടി മുന്നണികൾ നൽകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. നമുക്കറിയാം വയനാടിനോടുള്ള കേന്ദ്ര നിലപാടിൽ കേരളത്തിലുണ്ടാകുന്ന പ്രതിഷേധമുണ്ട്. അതിന് പലതരത്തിലുള്ള ന്യായങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയായ BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. എങ്കിൽ പോലും വയനാടിനെ സഹായിക്കുക എന്നത് വളരെ പരമപ്രധാനമാണ്. അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർത്താലിലാണ്. കാരണം നമ്മൾ അപൂർവമായി മാത്രമാണ് 2 മുന്നണികളും LDFും UDFും ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുകയും ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എന്താണ് രാവിലത്തെ വയനാട്ടിലെ സാഹചര്യം? ഞാൻ മനസ്സിലാക്കുന്നത് ഈ വാഹനങ്ങളുടെ എണ്ണമൊക്കെ കുറവാണ് നിരത്തിൽ എന്നാണ്. കടകളൊക്കെ തുറക്കാനുള്ള സമയമുണ്ട്, പക്ഷെ അവരും സഹകരിച്ചേക്കാം അല്ലേ? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ നഗരത്തിലാണ്. നമുക്കിവിടെ കാണാം ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. കടകൾ തുറക്കാൻ സമയമാവുന്നേ ഉള്ളൂ. ചെറിയ ചായക്കടകളും മറ്റും തുറന്നിട്ടുണ്ട്. പോലീസ് എല്ലായിടത്തുമുണ്ട്. ഓട്ടോറിക്ഷക്കാർ സർവീസിന് തയ്യാറായിട്ട് ഇവിടെയുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലയിടങ്ങളിലും ഇതിനോടകം തന്നെ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കിടിയിൽ താമരശ്ശേരി ചുരം കഴിഞ്ഞ് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ഇടത്ത് UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. ദീർഘദൂര സർവീസ് ബസ്സുകളും അതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങളൊക്കെ അവിടെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പോലീസ് എത്തിയാണ് അവരെ കടത്തിവിട്ടത്. മറ്റ് ഇടങ്ങളിലും സമാനമായ തോതിലുള്ള പ്രതിഷേധങ്ങൾ രാവിലെ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ഈ ഒരു ഹർത്താലിന്റെ പ്രത്യേകത വയനാടിന് നീതി വേണം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നതാണ് വയനാട്ടിൽ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കാത്തതിൽ ആളുകൾക്കുള്ള പ്രതിഷേധം എത്രമാത്രമുണ്ടെന്ന്. ഒരുപാട് പ്രതീക്ഷയായിരുന്നു നരേന്ദ്രമോദി ഇവിടെ സന്ദർശിച്ചു പോയപ്പോൾ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളത്തിന് അധിക സഹായം നൽകണം എന്ന ഒരു ആവശ്യമാണ് ഈ നാട് ഉന്നയിക്കുന്നത്. അതിന് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി LDFും UDFും ഇപ്പോൾ ഒരുമിച്ച് ജനങ്ങളുടെ പ്രതിഷേധം എന്ന തരത്തിലേക്കാണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്വകാര്യ ബസ്സുകളും അതേപോലെ തന്നെ KSRTCകളും ഒന്നും നിരത്തിലിറങ്ങില്ല എന്നാണ് അറിയുന്നത്. KSRTCയുടെ ദീർഘദൂര സർവീസുകൾ ചിലതെല്ലാം തന്നെ ഇതിനോടകം തന്നെ ഇവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുമെന്നാണ് അറിയുന്നത്. വലിയ ഒരു
പോലീസിന്റെ സന്നാഹത്തെ പല ഭാഗങ്ങളായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കർണാടകയിൽ നിന്നൊക്കെ വരുന്ന ഒരു ദേശീയപാത കൂടിയാണ്. അപ്പോൾ മറ്റ് ഇടങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് ഈ ഒരു ഹർത്താൽ കാരണം അവരുടെ ദീർഘദൂര യാത്രക്കാർക്ക് അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന തരത്തിൽ വിവിധയിടങ്ങളിൽ പോലീസിന്റെ സന്നാഹത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് 11 മണിയോടെ ഈ പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്ക് UDF-ന്റെ നേതൃത്വത്തിലുള്ള വലിയ പ്രതിഷേധ ധർണയും ഉണ്ടാകും. എന്നാണെങ്കിലും രാവിലെ ലക്കിടിയിൽ നിന്നാണ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത്. മറ്റെവിടെയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് വയനാട് പൂർണ്ണമായിട്ടും ഈ ഒരു ആവശ്യം, ന്യായമായ ഒരു നാടിന്റെ ആവശ്യത്തിന് ഒപ്പം നിൽക്കും എന്ന് തന്നെ വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർത്താൽ പൂർണ്ണമായിരിക്കും. ഒരുപക്ഷെ അവശ്യ സർവീസുകളെയും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ജോലിയിൽ ഏർപ്പെട്ടവരെയും അവരെയൊക്കെ ഇതൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഹർത്താൽ അറിയാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന യാത്രക്കാർ ഒരുപാടുണ്ടാകും. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ വാഹനങ്ങൾ തടയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് വിവിധ പോയിന്റുകളിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നതും വാഹനങ്ങൾ കടത്തിവിടാനുള്ള നടപടി സ്വീകരിക്കുന്നതും. സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ ഇതുവഴിയെല്ലാം കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഓട്ടോ തൊഴിലാളികൾ ചേരുന്നുണ്ട്. ഹർത്താലായിട്ട് നിങ്ങൾ ഓടുന്നുണ്ടോ? ഇല്ല, ഓടുന്നില്ല. ഞങ്ങൾ രാത്രി ഓടുന്ന. അപ്പൊ രാവിലെ കുറച്ച് നിന്ന് നോക്കിയതാ ഹർത്താലിന്റെ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് പോയച്ചിട്ട്. ഈ നാടിന്റെ തന്നെ ഒരു ആവശ്യമാണല്ലോ അല്ലേ? നാടിന്റെ ആവശ്യമാണ്. അപ്പൊ എല്ലാരും സഹകരിക്കുന്നതാണ് വിശ്വാസം. നിങ്ങളൊക്കെ യാത്രക്കാർ വന്നോ? യാത്രക്കാർ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഇങ്ങനെ ഒറ്റപ്പെട്ട യാത്രക്കാർ ഇങ്ങനെ ഹർത്താല് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ദൂരയാത്ര എന്ന് വരുന്ന അങ്ങനത്തെ ഒരു വരുന്നുണ്ട്. ഒറ്റ വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഇതായി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പോവാച്ചിട്ടാ. നിങ്ങളൊക്കെ ഇവിടെ ഞങ്ങളൊക്കെ ഓട്ടോ എന്താണ് ഈ ഒരു ഹർത്താലിലൂടെ? അതെ, ഇത് എല്ലാരും ഞങ്ങളെല്ലാരും സഹകരിച്ചിട്ട് തന്നെയാണ്. ഞങ്ങൾ പിന്നെ രാത്രി ഓടുന്നത് കൊണ്ട് കുറച്ചു നേരം കൊണ്ട്. ഇപ്പോ വയനാടിന് അർഹമായൊരു സഹായം എന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ്. ന്യായമായ ആവശ്യമാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഈ പ്രതിഫലനം എല്ലായിടത്തും ഉണ്ടാവില്ലേ? ഉണ്ടാവും. നിങ്ങൾക്ക് ഓട്ടോ ഓടുന്നത് തന്നെയാണ്? ഓട്ടോ ഓടുന്നത്. ഇനിയിപ്പോ വീട്ടിലേക്ക് പോവോ? വീട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോകും. ഹർത്താലുമായി സഹകരിക്കാൻ പൂർണ്ണമായിട്ട് സഹകരിക്കും. വയനാടിന്റെ ഒരു ആവശ്യമാണല്ലോ. അവിടെ പൂർണ്ണമായിട്ട് സഹകരിക്കും. എന്താണ് നല്ല അഭിപ്രായം. ഈ ഒരു ഹർത്താലിന് എന്നുള്ളത് ഒരു ജനകീയ ആവശ്യമാണല്ലേ? അതെ, ജനകീയ ആവശ്യമാണ് സാർ. എന്താണ് നിങ്ങളൊരു ഹർത്താൽ ആവശ്യമാണ്. കേന്ദ്രത്തിന്റെ ഒരു സഹായം അത് വലിയ ആവശ്യമാണ്. നമ്മളെ നാടിന്റെ ഒരു വികാരമാണ്. എല്ലാവരും സഹായിക്കും. അതാണ് രഞ്ജിത്ത് ഇവിടെ നിന്നുള്ള രാവിലെ നമുക്ക് കൽപ്പറ്റ നഗരത്തിൽ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ചകളും പങ്കുവയ്ക്കാനുള്ള അഭിപ്രായങ്ങളും. ഇതൊരു സവിശേഷ സാഹചര്യത്തിലുള്ള ഹർത്താലാണ്. ഒരു ദുരന്തത്തെ മറികടക്കുവാൻ ഒരു നാടൊന്നാകെ പോരടിക്കുമ്പോൾ അതിന് അർഹമായ സഹായം അത് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കാത്തതിലുള്ള വലിയ പ്രതിഷേധം അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ഒരു ഹർത്താൽ ഉള്ളത്. വരും മണിക്കൂറുകളിൽ നമുക്ക് കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. LDF-ഉം UDF-ഉം ഒരേപോലെ തന്നെ ഈ ഹർത്താലിന് വേണ്ടി രംഗത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വയനാടിനെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ദീർഘദൂര KSRTC ബസ്സുകളിൽ ഒരു പക്ഷേ സർവീസ് നടത്തിയേക്കാം. പക്ഷെ അതും വയനാട് ജില്ലയ്ക്ക് പുറത്തു പോകുന്ന സർവീസുകളായിരിക്കും. അത് എത്രമാത്രം വയനാടിന്റെ പുറത്തു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുമോ, അത് തടയുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. നിലവിൽ ഇത് ഈ ജനത്തിന് നമുക്ക് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കോഴിക്കോട് ഒരു ഹർത്താൽ നടന്നിരുന്നു. അവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. ജനങ്ങൾ നിരത്തിലിറങ്ങി, വാഹനങ്ങളുമായി ഇറങ്ങി, കടകൾ തുറന്നു, വ്യാപാരി വ്യവസായികളൊന്നും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഹർത്താലിനോട് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അത് നിത്യജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ. പക്ഷേ ഇവിടെ അങ്ങനെ അല്ലല്ലോ.
ഒരു വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു ജനതയുണ്ട്. അതിനോട് ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, സഹായങ്ങൾ അത്യാവശ്യമായ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും ഒരുമിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായും ജനം അതിനോട് സഹകരിച്ചു പോകും എന്ന് വേണം മനസ്സിലാക്കാൻ. ടൂറിസം മേഖലയാണ് ഈ പ്രശ്നത്തിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായി ടൂറിസം മേഖല തകർന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാവിധ ജീവനോപാധികളും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് അതിജീവനത്തിൻ്റെ ഒരു ഹർത്താൽ കൂടിയായി ഒരുപക്ഷെ ഇതിനെ അവർ കണ്ടേക്കാം. തീർച്ചയായും രഞ്ജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് നേരത്തെ പ്രഖ്യാപിച്ച ഒരു ഹർത്താലാണ്. അതായത് ഒരു പൊടുന്നനെ പ്രഖ്യാപിച്ചതല്ല. ഏകദേശം ഒരു 5-6 ദിവസം മുൻപ് തന്നെ 19-ാം തീയതി ഈ ഒരു ഹർത്താൽ രണ്ട് മുന്നണികളും LDF ഉം UDF ഉം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായത് ഒരു സംഭവമല്ല. മാത്രമല്ല ഈ ഒരു നാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ ആ ഞെട്ടലിലാണ്. ഇപ്പോഴും അവരതിന്റെ ആഘാതത്തിന് വിട്ടുമാറിയിട്ടില്ല. എല്ലാവരുടെയും വേണ്ടപ്പെട്ട ആരൊക്കെയോ ഈ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ചിലരെ ഇല്ല കാണാതായിട്ടുണ്ട്, ചിലരെ മരണം കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ചിലരൊക്കെ എവിടെയാണെന്ന് പോലും അറിയുകയില്ല. പലരുടെയും ജീവൻ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അവരുടെ സർവ്വസ്വത്തുക്കളും സർവ്വസമ്പാദ്യങ്ങളും ഈ ഒരു ദുരന്തം കൊണ്ടുപോയി. അവർക്കൊക്കെ ഇനി എങ്ങനെ ഉപജീവനം, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുനരധിവാസ പദ്ധതി പൂർണ്ണമായിട്ടും നടപ്പാക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. പലർക്കും ഈ സർക്കാരിന്റെ സഹായങ്ങൾ ലഭിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. വലിയ പ്രതീക്ഷയോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രധാനമന്ത്രി കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയൊക്കെ വയനാടുള്ളവർ പങ്കുവച്ചതാണ്. പക്ഷേ ദേശീയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കാനാകില്ലെന്ന ആ കേന്ദ്രത്തിന്റെ ഒരു സമീപനം, അത് നൽകുന്ന നിരാശ വളരെ വലുതാണ്. ഇനി ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദുരന്തമുണ്ടായ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ആ തുക പോലും കേരളത്തിന് ഇതുവരെ നൽകിയിട്ടില്ല എന്ന വലിയ പരാതിയുണ്ട്. ഇതിനൊക്കെ ഈ ഒരു ജനത മുഴുവൻ ഈ ഇത്തരത്തിലുള്ള കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഒക്കെ സഹായം പല മേഖലകളിലും ആവശ്യമാണ് എന്ന് അർഹിക്കുന്നതാണെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ഹർത്താൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. UDF LDF-നും NDA സർക്കാരിനും എതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് സംസ്ഥാനത്തിന്റെ ഈ ഒരു ദുരന്തത്തോടുള്ള സമീപനം അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, അതിൽ അപാകതകളുണ്ട്. അതിനോടുള്ള പ്രതിഷേധം കൂടിയായിട്ടാണ് ഹർത്താൽ എന്ന് UDF പറയുമ്പോൾ LDF-നെതിരെ കേന്ദ്രത്തിനെതിരായ ഒരു പ്രതിഷേധമായിട്ട്, കേന്ദ്ര നടപടിയോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് എടുത്തു പറയുന്നത്. ഇതുതന്നെയാണെങ്കിലും കോഴിക്കോടുണ്ടായ പോലത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകില്ല. കാരണം ഇതൊരു നാടൊന്നാകെ ഈ ഒരു വിഷയത്തിനൊപ്പം നിൽക്കുന്നു. പിന്നെ ഇതിപ്പോ 24 മണിക്കൂർ കൊണ്ട് പ്രഖ്യാപിച്ച ഒരു ഹർത്താലല്ല എന്നതുകൊണ്ട് ആളുകളൊക്കെ ഈ ഒരു കാര്യം അറിഞ്ഞു തന്നെയാണ് ഇതിനെ ഈ ഒരു ദിവസത്തിൽ നിൽക്കുന്നത്. അതോടൊപ്പം ദീർഘദൂരത്തു നിന്ന് വരുന്ന ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകര്, അത്തരത്തിലുള്ള സർവീസുകളൊക്കെ അന്യ സംസ്ഥാന സർവീസ്, അവർക്കൊക്കെ ആവശ്യമായ സുരക്ഷ പോലീസ് നൽകും. അതിനപ്പുറം പലയിടങ്ങളിലും ഈ വാഹനങ്ങൾ തടയുന്നൊരു സാധ്യത ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊരു ജനകീയ വിഷയമായതുകൊണ്ട് തന്നെ അതിനൊപ്പം നിൽക്കണം എന്ന വികാരം എല്ലാവരും ഒരുപോലെ പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾ നമുക്ക് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ധർണകളുമൊക്കെ പ്രതീക്ഷിക്കാം. വയനാട് ഈ കൽപ്പറ്റയിലെ പോസ്റ്റ് ഓഫീസിലേക്കാണ് UDF-ന്റെ മാർച്ച് 15 മണിക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുവരെ വയനാട് അതിർത്തി കവാടത്തിൽ ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞതൊഴികെ മറ്റ് അനിഷ്ട അല്ലെങ്കിൽ വലിയ അക്രമ സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു നാട് ഈ ഒരു ഹർത്താലിനൊപ്പം നിൽക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിന്റെ ആവശ്യകതയാണെന്ന സമീപനമാണ് LDF UDF-നും ഉള്ളത്. സ്വാഭാവികമായിട്ടും ഹർത്താൽ പൂർണ്ണമായിട്ടും വയനാടിനെ സ്തംഭിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും വയനാട്ടിൽ ഒരു സംയുക്ത ഹർത്താൽ LDF-ഉം UDF-ഉം ഒരുമിച്ച് ആഹ്വാനം ചെയ്ത ഒരു ഹർത്താലിലാണ്. രാവിലെ ഹർത്താൽ ആരംഭിച്ചു. ഇതിനകം തന്നെ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. വയനാട് ദുരന്തത്തിൽ വയനാട് ജില്ലയോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുരന്ത ബാധിതരോടുള്ള നീക്കങ്ങൾക്കെതിരെയായ പ്രതിഷേധമെന്നാണ് DC അധ്യക്ഷൻ ND അപ്പച്ചന്റെ പ്രതികരണം. വയനാട്ടിലെത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തീരുമാനമെടുക്കാമായിരുന്നു. കേരള സർക്കാർ ദുരന്ത ബാധിതരോട് സ്വീകരിച്ച സമീപനം അംഗീകരിക്കാനാവില്ലെന്നും അതിനോടുകൂടിയുള്ള പ്രതിഷേധമാണ് ഈ ഹർത്താൽ എന്നും അപ്പച്ചൻ News 18 പറഞ്ഞു.
ഹർത്താലിപ്പോൾ നമ്മൾ വേറെ ഒന്നുമില്ല, സ്വാഭാവികമായി ഒരു പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ രണ്ട് ഗവൺമെന്റുകളും ഇതിന്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ ഗതാഗതം നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. 23-ാം തീയതി കൗണ്ടിംഗ് ആണ്. ആ വാഹനങ്ങൾ ഞങ്ങൾ തടയാൻ പോകുന്നില്ല, അവർക്ക് വേണേൽ പോകാം. അതുപോലെ തന്നെ നമ്മൾ വല്ല പരിക്ക് പറ്റിയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ആശുപത്രിയിൽ പോകേണ്ട ആംബുലൻസ് ആവശ്യ സർവീസുകൾ നമ്മൾ തടയാൻ പോകുന്നില്ല. അതുപോലെ പത്രം, പാൽ തുടങ്ങിയ ആവശ്യ സർവീസുകളൊന്നും നമ്മൾ ബാധിക്കാൻ പോകുന്നില്ല. കല്യാണമുണ്ടെങ്കിൽ കല്യാണം നടക്കട്ടെ, അവരെ നമ്മൾ തടയാൻ പോകുന്നില്ല. നമ്മളിതിൽ പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തുക. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാടിനുള്ള അവഗണനയെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ഗഗാറിൻ പറഞ്ഞു. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF-ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആഗ്രഹമില്ലെന്നും ജനങ്ങൾ ദുരിതത്തിലാകണമെന്ന നിലപാടാണുള്ളതെന്നും ഗഗാറിൻ കുറ്റപ്പെടുത്തി. പുനരധിവാസം സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രം പണം തന്നില്ല എന്നുള്ളത് കൊണ്ട് ചൂരൽമലയിലെ ജനങ്ങൾക്ക് പുനരധിവാസ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടില്ല എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അസന്നിഗ്ധമായി വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ല. സംസ്ഥാന ഗവൺമെന്റ് എന്ത് വില കൊടുത്തും ഇവിടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കോടതിയെ സമീപിച്ച സ്റ്റേറ്റുകാരുടെ നടപടി എങ്ങനെ കാണുന്നു? അതെല്ലാം നീക്കം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. അതിന്റെ നിയമവശങ്ങൾ പരിശോധിച്ച് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം വെച്ച് ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് യാതൊരു തരത്തിലും തടസ്സങ്ങളില്ലാതെ ആ ഭൂമി ഏറ്റെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അത് ഏത് തരത്തിലായാലും പണം കൊടുക്കില്ലേ എന്നുള്ള എനിക്കറിയില്ല, അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷെ ഭൂമി ഏറ്റെടുക്കൽ നടക്കുമെന്ന് ഗവൺമെന്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവർക്ക് ഒന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കഷ്ടപ്പാട്. എല്ലാം പോയി. തോട്ടങ്ങളും 2-3 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, 10 വാഹന കട റൂമുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. മറന്നെന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാം, വയനാട്ടിൽ ഇപ്പോൾ സംസാരിച്ചതൊക്കെ കഴിഞ്ഞ 3-4 ദിവസമായി CV അനുമോദ് അവിടെയുണ്ട്. അവിടുത്തെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ന്യൂസ് 8 നൽകുന്നുണ്ട്. ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ നിരവധി ആളുകളെ ഇപ്പോൾ ചെന്നാൽ നമുക്കവിടെ കാണാം. അവർക്കൊരു ആശ്വാസമാകാൻ നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇതിൽ ഒരു ഉദാഹരണമാണ് അടുത്തത്. മനുഷ്യരുടെ മുകളിൽ ഡെമോക്ലസിന്റെ വാള് പോലെ ഈ ദുരന്തം തൂങ്ങി നിൽക്കുകയാണ്. ബാങ്ക് വായ്പകൾ ഇതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. സർവ്വസ്വത്തുക്കളും ഉപജീവന മാർഗവും നഷ്ടമായ ഈ സാധാരണക്കാർക്ക് ഇപ്പോൾ അല്ലെങ്കിലും ഏറെ വൈകാതെ ഇത് തിരിച്ചടയ്ക്കേണ്ടി വരും എന്നതും ഉറപ്പാണ്. കേന്ദ്ര ഇടപെടൽ കൊണ്ട് മാത്രമേ ബാങ്ക് വായ്പകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ആകൂ എന്ന് ഇവർ പറയുന്നു. ചൂരൽമല അങ്ങാടിയിലെ കടമുറികളിൽ നിന്നുള്ള വാടക കൊണ്ട് മാത്രം ജീവിക്കാമായിരുന്നു അബൂബക്കറിന്. ഡയാലിസിസ്, ചികിത്സാ ചെലവുകൾക്ക് മറ്റും അത് മാത്രം മതിയായിരുന്നു. ചൂരൽമലയിലെ സ്ഥലവും മറ്റും ഈടാക്കി നൽകി കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ബിസിനസ് വായ്പയായും കാർഷിക വായ്പയായും എടുത്തത് 7.5 ലക്ഷം രൂപയാണ്. സ്വർണ്ണപ്പണയം ഏറെയും. മഹാദുരന്തത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാം അബൂബക്കറിന് നഷ്ടമായി. ബാങ്ക് വായ്പകൾ ഇപ്പോഴും തീരാക്കടമായി തലയ്ക്ക് മുകളിൽ ശേഷിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അടച്ചു തീർക്കേണ്ടി വരുമെന്ന് അബൂബക്കറിന് അറിയാം. അത് ലോണുണ്ട്, അതിനങ്ങനെ ഒരു തീരുമാനങ്ങൾ വന്നിട്ടില്ല. ഇപ്പം തൽക്കാലം എന്തെങ്കിലും വെച്ച് കടവൊന്നും അടച്ചില്ല, തിരിച്ചടക്കേണ്ടിയിരുന്ന പറഞ്ഞു. അതങ്ങനെയാണ് അവർ പലിശ അതൊന്നും സംസാരിച്ചിട്ടില്ല, ലോൺ അടക്കേണ്ടിയിരുന്ന അവർ പറഞ്ഞു. 900 കണ്ടിയിൽ 4-വീൽ ജീപ്പ് ഓടിക്കുകയായിരുന്നു അബൂബക്കറിന്റെ മകൻ മുനീർ. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്താണ് ജീപ്പ് വാങ്ങിയത്. ഇനിയും 4 ലക്ഷം രൂപയിലേറെ അടച്ചു തീർക്കാനുണ്ട്. ഇനി എന്ന് വണ്ടിയോടിക്കാനാകുമെന്ന് മുനീറിന് അറിയില്ലെങ്കിലും ഈ തുകയും താൻ അടച്ചു തീർക്കേണ്ടി വരുമെന്ന് നന്നായി അറിയാം. തിരിച്ചടവ് ചോദിച്ച് വിളിച്ചിട്ടില്ല. പിന്നെ അവര് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു, അങ്ങനെ വിളിക്കല്ല, സ്വാഭാവികമായിട്ടുള്ള വിളിച്ച്. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി അന്വേഷിച്ചു പറഞ്ഞ് എന്തായാലും നിങ്ങൾ ലോൺ അടക്കേണ്ടി വരും, തള്ളിപ്പോകാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നവര്. തൽക്കാലത്തേക്ക് ബാങ്കുകളൊന്നും വായ്പകളുടെ തിരിച്ചടവ് ചോദിച്ച് വിളിക്കില്ലെങ്കിലും അവർ ഏറെ വൈകാതെ ഇത് അന്വേഷിക്കുമെന്ന്
ഇവർക്കെല്ലാം നന്നായി അറിയാം. ഈ നാടിന്റെ ഏക പ്രതീക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിലും വാക്കുകളിലുമായിരുന്നു. കേന്ദ്രം മറന്നായിട്ടുണ്ടല്ലോ കാണുന്നത്. ഇതിന് മുന്നിപ്പോൾ അതേ സമയത്തുണ്ടായ പ്രളയം ഉണ്ടായതൊക്കെ നല്ല കേരളത്തിന് മാത്രം അവഗണിച്ചിട്ടുള്ളൊരു ഇതല്ലേ കാണുന്നത്. പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങൾ ജയിച്ച സത്യത്തിൽ, കാരണം നമ്മളെ പോലത്തെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയായിരുന്നു. കാരണം അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായ ആളെ ഞാൻ നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്നും ഇല്ലാതായി പോയി. കേന്ദ്രം യുക്തമായ തീരുമാനമെടുക്കണം, സഹായം പ്രഖ്യാപിക്കണം. അല്ലെങ്കിൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരു ജനതയോട് ചെയ്യുന്ന കൊടും ക്രൂരതയാകുമത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അന്ന് പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ ഒരു ചിത്രം വലിയ വൈറലായിരുന്നു. അന്ന് ആ ചിത്രത്തിലുള്ള ആൾക്കും വയനാട്ടുകാർക്കും അത് വലിയ പ്രതീക്ഷയുമായിരുന്നു. തന്റെ കൈ ചേർത്ത് പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനിൽകുമാറിന് അത് നൽകിയത് ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ആകും എന്ന പ്രതീക്ഷ. എന്നാൽ ദിവസങ്ങൾക്ക് അപ്പുറം ദേശീയ ദുരന്തത്തിന്റെ ഗണത്തിൽ ചൂരൽമല ഉരുൾപൊട്ടൽ പെടില്ല എന്ന് കേന്ദ്രം പറയുമ്പോൾ എല്ലാവർക്കുമൊപ്പം ഈ യുവാവിന്റെയും ഉള്ള് പൊള്ളുകയാണ്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ കിടക്കാൻ നേരത്തായിരുന്നു പ്രധാനമന്ത്രി ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ സംസാരിച്ചു. ഞാൻ അവർ ചോദിച്ചു എങ്ങനെയാണ്, എന്താണ് കുറവുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. പുറത്തായിരുന്നു. വന്നതിന് ശേഷം ഇതാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. എൻ്റെ 2 വയസ്സ് മോനും അമ്മയൊക്കെ പോയിട്ടുണ്ട്. ചേർത്തു പിടിച്ചു പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് രാജ്യത്തിന്റെ തന്നെ വാക്കാണെന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം കേൾക്കുന്ന വാർത്തകൾ ഉള്ളുലയ്ക്കുന്നു. അനിൽകുമാർ പതിയെ പറഞ്ഞു. ആഗ്രഹിച്ചു മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ കഴിഞ്ഞത് 10 ദിവസം മാത്രം. 2.5 വയസ്സുകാരൻ മകൻ ശ്രീനിഹാലിനെ കണ്ട് കൊതി തീർന്നില്ല. അമ്മ ലീലാവതിയെ സ്നേഹിച്ച് മതിയായിട്ടില്ല. നട്ടെല്ല് തകർന്നതിന്റെ തീരാവേദനയേക്കാൾ അനിൽകുമാറിനെ വേട്ടയാടുന്നത് അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ്. ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനിൽകുമാർ ഇവരുടെ സംസ്കാര സമയത്ത് ചികിത്സയിലായിരുന്നു. മകനെ നഷ്ടമായതിന്റെ വേദനയിൽ നിന്നും അനിൽകുമാറിന്റെ ഭാര്യ ജാൻസി ഇതുവരെ മുക്തയായിട്ടില്ല. ശ്രീനിഹാലിന്റെ പാവക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞ് നേരം വെളുപ്പിക്കും. ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലിരിക്കും. ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. ചില സമയത്ത് എന്തിനാണ് ദൈവം നമ്മളെ വെറുതെ വെച്ചിരിക്കുന്നതെന്ന് തോന്നും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു 5 നിമിഷം കൊണ്ട് പോവാന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ശരീരമാകെ ബെൽറ്റുകളാണ് അനിൽകുമാറിന്റെ. ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. കൂടുതൽ സമയം ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ ആകില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിന്റെ അവസ്ഥയും കാരണം വിദേശത്തെ ജോലി രാജിവെച്ചു. പക്ഷേ ഇതുവരെയും പ്രധാനമന്ത്രി അന്ന് വാഗ്ദാനം ചെയ്ത സഹായങ്ങളിൽ ഒന്നുപോലും ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി വന്ന് കണ്ട് നേരിട്ട് കണ്ട് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവും. എന്തായാലും വന്നതല്ലേ, ഈ ദുരന്തം കണ്ട് നേരിട്ട് കണ്ടതല്ലേ, കാണുമ്പോൾ അതിൻ്റെതായ ഒരു പ്രതീക്ഷ കാര്യം നമുക്ക് ഉറപ്പ് വന്നിട്ടിരിക്കുന്നുണ്ടാവുക. ഇല്ല എന്ന് പറയുമ്പോൾ തനിക്ക് നൽകിയ സഹായ വാഗ്ദാനത്തെക്കാൾ ഈ നാടിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടേണ്ടതെന്ന് കൊടിയ വേദനകൾക്കിടയിലും അനിൽകുമാർ പറയുന്നു. ദുരന്തമുഖങ്ങളിൽ പലയിടങ്ങളിൽ കണ്ടു മറന്നുപോകുന്ന കാഴ്ചകളിൽ ഒന്നായി മാത്രം വയനാടിനെ പ്രധാനമന്ത്രി കാണരുതെന്ന് ഈ നാട് ഒന്നടങ്കം അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കെന്നല്ല, ഈ വയനാട്ടിലിപ്പോൾ നമ്മൾ ആ മേഖലയിലെല്ലാം നിൽക്കുന്ന ദുരന്തത്തിൽ ബാധിതരിക്കുന്ന എല്ലാവർക്കും ഇതേ ഒരു വേദനയായിരിക്കും. എന്താ വെച്ചാൽ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. ആ നഷ്ടപ്പെട്ടത് എന്തായാലും നമുക്ക് തിരികെ കിട്ടൂല. പക്ഷേ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ഈ ഭാഗത്തുള്ളവർക്ക് അറിയുള്ളൂ. എന്താ വെച്ചാൽ ഒരു നാടില്ല, നാട്ടുകാരില്ല, കുടുംബമില്ല, കുട്ടികളില്ല, സുഹൃത്തില്ല, ഇന്നലെ കണ്ടവരാരും ഇന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വേദന തന്നെയായിരിക്കും. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ മറ്റൊരു ചിത്രം കൂടി ശ്രദ്ധേയമായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്താൻ കഴിയുക 3 വയസ്സുകാരിയെ ചേർത്ത് പിടിച്ച ആ ചിത്രമാണ്. ഇപ്പോഴും തിരഞ്ഞാൽ
വെറും പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനവും ചേർത്ത് പിടിക്കലും എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴെന്ന് അന്ന് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച നൈസയുടെ കുടുംബം പറയുന്നു. അതല്ലെന്ന് തെളിയിക്കണമെങ്കിൽ വയനാടിന് സഹായം കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. വാത്സല്യത്തോടെ നൈസമോളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ചപ്പോൾ നാം എല്ലാം കരുതി വയനാടിനെയാണ് പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത് എന്ന്. ദിവസങ്ങൾക്കിപ്പുറം ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽപ്പെടില്ലെന്ന് കേന്ദ്രം പറയുമ്പോൾ അന്ന് പ്രധാനമന്ത്രി കാണിച്ച സ്നേഹം വെറും പ്രചരണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് ആർക്കും സംശയം തോന്നും. നൈസമോളുടെ അമ്മ ജസ്ല പറയുന്നു. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ മുഖഭാവം കണ്ടിട്ട് ഞങ്ങളെ കൈവിടൂല, കൂടെ ഉണ്ടാകുന്നാണ് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഒരു സമാധാനം ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടാവും, എന്തായാലും ഞങ്ങളെ പോലുള്ളവരൊക്കെ സഹായിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മഹാദുരന്തം ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാതെയാണ് ജസ്ല ഞങ്ങളോട് സംസാരിച്ചത്. നൈസയുടെ സഹോദരിമാരായ ഹിനയും ഫൈസയും ഇന്ന് ഓർമ്മ മാത്രമാണ്. അവരുടെ പിതാവ് ഷാജഹാൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല. ദുരന്തത്തിൽ നിന്നും തിരിച്ചുപിടിച്ച നൈസമോൾ മാത്രമാണ് ഇവർക്കിനി ജീവിക്കാനുള്ള പ്രത്യാശ. സുരക്ഷിതമായ ഒരു വീട് വേണം, മകളെ പോറ്റാൻ തൊഴിൽ കണ്ടെത്തണം. സർക്കാർ സഹായം മാത്രമാണ് ഇനി ആശ്രയം. വയനാടിന്റെ ഒരു അടയാളമായിട്ട് മോളെ ചിത്രം മാറി. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുണ അല്ലെങ്കിൽ ആ ഒരു പിന്തുണ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുക. അത് മാത്രമാണല്ലോ നമുക്ക് ബാക്കിയുള്ളത്. പ്രതീക്ഷിക്കുന്നുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന വയനാട്ടിലെ അനേകരിൽ ഒരാൾ മാത്രമാണ് ജസ്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനപ്പുറം മനുഷ്യസ്നേഹം പ്രധാനമന്ത്രിയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ വയനാടിനെ ചേർത്തു പിടിക്കണമെന്ന് ജസ്ല അഭ്യർത്ഥിക്കുമ്പോൾ അത് കേരളത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. കേൾക്കാതിരിക്കരുത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഇതിനിടെ വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ലക്കിടിയിൽ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും തടഞ്ഞതായി വാർത്തകൾ വരുന്നുണ്ട്. അനുമോദ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനുമോദ്, ഈ ഹർത്താലിനെ അവഗണിച്ചും KSRTC നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ദീർഘദൂര സർവീസുകൾ ഉണ്ടാകുമെന്ന കാര്യം. അവരെയും തടയുന്ന പശ്ചാത്തലമാണോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, നമുക്കറിയാം അന്തർ സംസ്ഥാന പാത കൂടിയാണ് കൽപ്പറ്റയിലൂടെ വയനാട്ടിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ ദീർഘദൂര സർവീസുകളും ഒക്കെ പുലർച്ചെയോടെയാണ് ജില്ലാ അതിർത്തിയിലേക്ക് പ്രവേശിച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി ലക്കിടിയിലെ ഈ ഒരു ജില്ലാ കവാടത്തിലെത്തി വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊരു വയനാടിൻ്റെ ജനകീയമായ ഒരു ആവശ്യവുമായിട്ടാണ് ഈ ഒരു ഹർത്താൽ. അതിന് എല്ലാവരും സഹകരിക്കണം എന്ന ആവശ്യമാണ് UDF പ്രവർത്തകർ ഉന്നയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോഴും കാണുന്നുണ്ട്. ദീർഘദൂര സർവീസുകളൊക്കെ ഇവിടെ ഇതുവഴി കടന്നു പോകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും കടന്നു പോകുന്നുണ്ട്. പക്ഷേ വരും മണിക്കൂറുകളിൽ വിവിധയിടങ്ങളിൽ സമാനമായ രീതിയിൽ UDFൻ്റെയും LDFൻ്റെയും പ്രവർത്തകർ പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങും. അങ്ങനെയാണെങ്കിൽ ഉച്ചവരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള അവസ്ഥയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. ലക്കിടിയിൽ UDF പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നുണ്ട് നിലവിൽ. പക്ഷേ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ വാഹനങ്ങൾ അവിടെ കടത്തിവിടുന്നുണ്ട്. വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റ് അക്രമ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത് ഈ ഒരു ന്യായമായ വിഷയത്തിൽ എല്ലാവരും ഈ വയനാടിനൊപ്പം നിൽക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുന്നത്. ഏതായാലും വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ലക്കിടിയിലടക്കം ബസ്സുകൾ തടയുന്നു എന്ന വിവരമാണ് CB അനുമോദ് പങ്കുവെക്കുന്നത്. അനുമോദ്, ഹർത്താൽ ഇപ്പോൾ നമുക്കറിയാം 2 സംയുക്തമായാണ് ഹർത്താൽ നടത്തുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതലും കോൺഗ്രസ് പ്രവർത്തകരുടെയാണ്. LDF പ്രവർത്തകരും സജീവമായി തന്നെ നിരത്തിലുണ്ടോ? പോലീസിന്റെ സാന്നിധ്യവും മറ്റും കാണാം. വരും മണിക്കൂറുകളിൽ ഹർത്താൽ കുറച്ചുകൂടി പുരോഗമിക്കുമ്പോൾ കാര്യമായ വ്യത്യാസം ഈ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. ഇപ്പോൾ ഈ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾ അത് പ്രധാനമായിട്ടും ദീർഘദൂര സർവീസ് ബസ്സുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാരുടെ വാഹനങ്ങളും ഒക്കെയാണുള്ളത്.
അവരൊക്കെ ഒരുപക്ഷെ ഈ വയനാട്ടിലൂടെ കടന്നു പോകുന്നത് രാവിലെയാണ് സാധാരണ ബസ്സുകളുടെ സർവീസ് സമയമൊക്കെ. പക്ഷേ വരും മണിക്കൂറുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും. കാരണം പിന്നീട് ഈ പ്രതിഷേധം കുറെ കൂടി ശക്തമാകും. LDFന്റെ പ്രവർത്തകരും കൂടുതൽ പ്രതിഷേധവുമായിട്ട് നിരത്തിലിറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇപ്പോൾ രാവിലെ 7:30 ആകുന്നതേ ഉള്ളൂ. ഒരു 9 മണിയോടെയൊക്കെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യം കാണുന്നുണ്ട്. കടകമ്പോളങ്ങൾ അടഞ്ഞു തന്നെ കിടക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിനു പുറമെ ഈ വാഹനങ്ങൾ എവിടെയെല്ലാം തടയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇത് വയനാട്ടുകാരല്ലാത്തവർ ഒരുപാട് ഈ ദിവസം ഇതുവഴി എല്ലാ ദിവസവും ഇതുവഴി കടന്നു പോകുന്നവരാണ്. സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള ആളുകൾക്കായിരിക്കും ഈ ഹർത്താലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. കാരണം വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ ദീർഘദൂര യാത്രികരായിട്ട് ഏറ്റവും അധികം ആളുകൾ കടന്നു പോകുന്ന വഴി വയനാട്ടിലൂടെയുള്ള ദേശീയപാതകളാണ്. അപ്പോൾ ആ വഴിയൊക്കെ പൂർണ്ണമായി സ്തംഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹർത്താൽ കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു സാഹചര്യം വരും. UDF പ്രവർത്തകർ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ നിരത്തിലുണ്ട്. LDF പ്രവർത്തകരും 1 മണിക്കൂറുകളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന ഉറപ്പാണ്. രാവിലെ 11 മണിക്ക് കൽപ്പറ്റയിൽ വലിയ ഒരു പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസിലേക്ക് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വയനാട് പൂർണ്ണമായിട്ടും സ്തംഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. കൂടുതൽ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. വയനാട്ടിൽ ഹർത്താൽ പുരോഗമിക്കുകയാണ്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പല സ്ഥലങ്ങളിലും നിരത്തുകളിൽ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. മറ്റൊരു പ്രധാന വാർത്ത പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. പാലക്കാട് ഇന്ന് നിശബ്ദമാണ്. നാളെയാണ് വിധിയെഴുത്ത്. പാലക്കാട്ട് നാളെ പോളിംഗ് ബൂത്തിലെത്തും. നിശബ്ദ പ്രചരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം ഉണ്ടാകും. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ നിന്ന് മനസ്സിലാക്കുന്ന അരുണിനൊപ്പം LDF സ്ഥാനാർത്ഥി സരിൻ ചേരുന്ന സാഹചര്യം കൂടിയുണ്ട്. അരുൺ, എന്താണ് സരിന് പറയാനുള്ളത്? ഈ നിശബ്ദ പ്രചരണ ദിവസം എന്തൊക്കെയാണ് പരിപാടികൾ? രഞ്ജിത്ത്, നിശബ്ദ പ്രചരണ ദിവസവും വളരെ വേഗത്തിലുള്ള പ്രചരണവുമായി സരിൻ മുന്നോട്ട് പോവുകയാണ്. സരിന്റെ കാടാങ്കോടുള്ള വീടിന് സമീപത്തുള്ള ആളുകളെ, തൊട്ടടുത്ത വീടുകളിലൊക്കെ അയൽവാസികളെയൊക്കെ അവസാനത്തേക്ക് കാണാൻ മാറ്റി വെച്ചേക്കായിരുന്നു. അതെ, ഇന്നത്തെ ദിവസം അതിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ എന്ന് കണ്ടു തീർക്കാം എന്നായിരുന്നു വിചാരിച്ചത്. അപ്പൊ രാവിലെ 7 മണി മുതൽ ഇവിടെ തന്നെ പോവാമെന്ന് വിചാരിക്കുകയാണ്. ഈ എല്ലാം പരിചയമുള്ള ആളുകളാണ്, നേരത്തെ അറിയാവുന്ന ആളുകളാണ്. അവരൊക്കെ നേരത്തെ ഫോണിലൂടെയെങ്കിലും ഉറപ്പിച്ചിരുന്നു വോട്ടൊക്കെ? അറിയാവുന്നവരാണ് ഈ പ്രദേശത്തുള്ളവരെയൊക്കെ. മുമ്പ് ഞാനിവിടെ കണ്ടിന്യൂസ് ആയിട്ട് താമസിച്ചിരുന്ന സമയത്തൊക്കെ നമസ്കാരമുണ്ട്, മറക്കണ്ട പോകും കേട്ടോ അമ്മ, മറക്കണ്ട കേട്ടോ. 9ാമത്തെ ചിഹ്നമാണ് കേട്ടില്ലേ? ശരി, അവനോട് പോയി ജിജു ഈ സ്പീഡ് എങ്ങനെയാണ്? ഈ കുറച്ച് മണിക്കൂറുകൾ ഈ മാക്സിമം ഓടി തീർക്കുകയാണോ ഇത്? അങ്ങനെയില്ല. നമ്മൾക്ക് ഇനിയും ബാക്കിയുള്ള ഒരു 10ഓളം സ്ഥലങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവിടേക്കൊക്കെ ഒന്ന് എത്തണം. കുറെ പേരൊന്ന് വിളിക്കാനുണ്ട്. പിന്നെ കുറച്ച് സ്ഥാപനങ്ങളിൽ പോകാനുണ്ട്. അതുകൂടി ഒന്ന് നോക്കാനുണ്ട്. ഈ സരിൻ അവിടെ വെച്ച് പറഞ്ഞു തൃശ്ശൂർ വരെ നടക്കാം. എവിടെയാ തിരക്ക് പിടിച്ച പ്രചരണത്തിലാണ്. പ്രവർത്തകർ സ്റ്റെതസ്കോപ്പുമൊക്കെയാണ് ഇവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. സരിന്റെ ചിഹ്നം സ്റ്റെതസ്കോപ്പാണ്. അത് പരിചയപ്പെടുത്തുക കൂടിയാണെന്ന് തോന്നുന്നു. സ്റ്റെതസ്കോപ്പൊക്കെ ഉയർത്തിപ്പിടിച്ചാണ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഈ CPM പ്രവർത്തകർ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. വളരെ വേഗത്തിൽ മണിക്കൂറുകൾ മാത്രമാണ് വോട്ട് എടുപ്പ് തുടങ്ങാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ നേരിൽ കാണുകയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി P. സരിൻ. നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണ ദിവസവും കാര്യങ്ങൾ ഒരുപാട് ജനങ്ങളോട് പറയാൻ ബാക്കിയുണ്ട്. വിട്ടുപോയ ആളുകളെ കാണാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ് ഇടതു സ്ഥാനാർത്ഥി. കുട്ടികളടക്കമുള്ളവർ ഇവിടെ സരിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണം CPMന്റെ ഭാഗത്തുണ്ട്. സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ കുട്ടി ഡോക്ടർമാരുമൊക്കെ. നിങ്ങളവിടെ ബൂത്തില്ല? അപ്പൊ സ്കൂളില്ല? ഏത് സ്കൂളാ? ഇവിടെയാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ എന്താ തൂക്കി വരുന്നേ? എന്താ ഇത്? ടെലിസ്കോപ്പ്. എന്താണിത്? നമ്മുടെ ചിഹ്നം. ആര് ജയിക്കും ഇവിടെ? LDF ജയിക്കും, ഉറപ്പാ? നിങ്ങൾക്ക് വോട്ടില്ലല്ലോ? ഞങ്ങൾക്ക് വോട്ടില്ല. എല്ലായിടം പറഞ്ഞിട്ടുണ്ടോ വോട്ട് ചെയ്യാൻ? അങ്ങനെ അത്തരത്തിലാണ് സ്റ്റെതസ്കോപ്പൊക്കെ തൂക്കി കുട്ടികളടക്കമുള്ളവ സരിന്റെ ചിത്രം പതിച്ച, ഇടതുമുന്നണി സ്ഥാനാർത്ഥി ചിത്രം പതിച്ച ടീഷർട്ടുകളും അതുപോലെ കറക്റ്റാണല്ലോ. ഇത് അളവെടുത്ത് അച്ഛനാണോ ഇത്? ഇത് അളവെടുത്ത് അച്ഛനാണ്. ആര് തന്ന ഈ ടീഷർട്ട്? വന്നോ? കുഴപ്പമില്ല. പേരെന്താ മോന്റെ?
മോന്റെ പേരെന്താ? ആഹാ, ഇത് ആർക്ക് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയതാ? ആർക്ക് വേണ്ടി ഇറങ്ങിയ ഇത് കേട്ടിട്ട് രാവിലെ? LDF ആ? ഓ, LDF ആണ്. നിങ്ങൾക്ക് LDF ആണോ? ഓ, LDFന്റെ സജീവ പ്രവർത്തകരാണ് രഞ്ജിത്ത്. ഏതായാലും പലതരത്തിലുള്ള പ്രചരണം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ തരത്തിൽ സെസ്കോപ്പും സരിന്റെ ചിത്രം പതിച്ച ടീഷർട്ടും ഒക്കെയായി രാവിലെ കുട്ടികളും ഇടതുമുന്നണി പ്രവർത്തകർക്കും ഒക്കെ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ആവേശമില്ലാത്ത നമ്മളിതിന്റെ കൊട്ടിക്കലാശ വേളയിൽ കണ്ടതാണ്. പാലക്കാട് ഒരുപക്ഷെ ഇതുവരെയൊന്നും കണ്ടില്ല തരത്തിലുള്ള ശക്തമായ പ്രചരണം. ഈ കൊട്ടിക്കലാശത്തിനൊക്കെ പോയിരുന്നോ? ഓ, കൊട്ടിക്കലാശം അടിപൊളിയാക്കില്ലേ. നേരത്തെ ഒരുപാട് കൊട്ടിക്കലാശം പോയിട്ടുണ്ടാവും. നേരത്തെ വേറിട്ടൊരു കൊട്ടിക്കലാശമായിരുന്നു. നിറഞ്ഞൊഴുകുകയായിരുന്നു. പാലക്കാട് ചരിത്രത്തിൽ തന്നെ എങ്ങനെ ഒരു കൊട്ടിക്കലാശം കണ്ടിട്ടില്ല. കേരള ചരിത്രത്തില് അത്രയും വലിയ ഒരു കൊട്ടി. ഇതൊക്കെ വർക്ക് ചെയ്യുന്നതാണോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് വർക്കിംഗ് ആണ്. എല്ലാവരും ഹൃദയപ്പെടുപ്പ് അറിയാൻ പറ്റും. ആളുകൾക്ക് മനസ്സിലായോ? ഒരു സംശയമില്ല. ബൈഹാർട്ടായി. എല്ലാവർക്കും ബൈഹാർട്ടായി. എല്ലാവരും സെസ്കോപ്പുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. ഏതായാലും കൊട്ടിക്കലാശം ഇന്നലെ കഴിഞ്ഞു. നിശബ്ദ പ്രചരണ ദിവസവും സ്ഥാനാർത്ഥികൾ സജീവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് സരിനൊപ്പമാണ്. മറ്റു സ്ഥാനാർത്ഥികളെയും കാണേണ്ടതുണ്ട്. നിരവധി കാര്യങ്ങൾ ഇനിയും ജനങ്ങളുമായി സംവദിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് ബാക്കിയാണ്. നാളെ രാവിലെ 7 മണിക്ക് ഏതാണ്ട് 23 മണിക്കൂറുകൾ കഴിയുമ്പോൾ വോട്ടെടുപ്പിലേക്ക് പാലക്കാട് നീങ്ങുകയാണ്. പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, ഏറ്റവും ശക്തമായ പ്രചരണം നടന്ന ഒരു തെരഞ്ഞെടുപ്പ്. കൊട്ടിക്കലാശവും അതുപോലെ എല്ലാ വേദികളിലും എല്ലാ സാഹചര്യങ്ങളിലും വലിയ തരത്തിലുള്ള പ്രചരണം. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. ജനങ്ങളോട് പറയാനുള്ളത്, ജനങ്ങൾക്ക് മനസ്സിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കാനൊക്കെ സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുള്ളത് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്. ഒന്നാകെ ഇറങ്ങുകയാണ്. മുന്നണി പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒക്കെ ഒരുമിച്ച് ഇറങ്ങി അതിശക്തമായ പ്രചരണം നടത്തുകയാണ് കാടാങ്കോട്. ഏതായാലും മറ്റു മുന്നണി സ്ഥാനാർത്ഥികളും സമാനമായി തന്നെ ഈ സമയത്ത് ഈ നിശബ്ദ പ്രചരണ ദിവസം ഇറങ്ങുകയാണ്. വീടുകളിലും കടകളിലും പ്രധാനപ്പെട്ട വ്യക്തികളെയും ഒക്കെ വിട്ടുപോയ ആളുകളെ കണ്ട് അവസാനവട്ട വോട്ടുറപ്പിക്കലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രഞ്ജിത്ത്, അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. LDFനായി സരനായി ടീഷർട്ടും സ്റ്റെതസ്കോപ്പുമായി പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അവർ സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ടാകും. സരിനുമൊപ്പം ചേർന്ന് VV അരുണാണ്. മറ്റ് 2 മുന്നണി സ്ഥാനാർത്ഥികളും സജീവമായി തന്നെ നിശബ്ദ പ്രചരണ രംഗത്ത് ഉണ്ട് എന്നുള്ളതാണ്. ടീഷർട്ടുകൾ കാണാം. സരിന്റെ ചിത്രം പതിച്ച ടീഷർട്ടുകളുണ്ട്. സ്റ്റെതസ്കോപ്പ് ഈ കുട്ടികളുടെ അടക്കം കയ്യിലുണ്ട്. കാരണം നമുക്കറിയാം LDFന്റെ സാധാരണ CPM ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചിഹ്നം പരിചയപ്പെടുത്തുക എന്നതുകൂടി അതിന്റെ ഭാഗമായി തന്നെയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതാ വീണ്ടും സരിന് മാധ്യമപ്രവർത്തകർക്കും അല്ലാതെ പാർട്ടി പ്രവർത്തകർക്കുമൊപ്പം നടന്നു നീങ്ങുകയാണ്. 10ഓളം സ്ഥലങ്ങൾ ഇന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് സരൻ വ്യക്തമാക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ മറ്റു സ്ഥാനാർത്ഥികൾ എവിടെയൊക്കെയാണ് അരുണുള്ളത്? അവരും സമാനമായി തന്നെ അവരുടെ അടുപ്പക്കാരുടെ അടുത്ത് ചെല്ലുക, വോട്ടുകൾ ഉറപ്പിക്കുക എന്ന് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? കൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റും. അരുൺ കേൾക്കാമോ? ഇല്ല, അരുണ് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റെതസ്കോപ്പുമായി മണ്ഡലത്തിലുടനീളം കയറി ഇറങ്ങി നടക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ചിഹ്നം പരിചയപ്പെടുത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് CPMനെ സംബന്ധിച്ചിടത്തോളം. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സജീവമായി തന്നെ നിശബ്ദ പ്രചരണ ദിവസവും സ്ഥാനാർത്ഥികൾ പ്രവർത്തകർ തിരക്കിലാണ്. പാലക്കാട്ട് മാത്രമല്ല, ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും UPയിലുമടക്കം എല്ലാ സ്ഥലങ്ങളിലും മിക്ക സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ നടക്കുന്ന ദിവസമാണ് നാളെ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് പോകാം. NCP ശരത് പവാർ വിഭാഗം മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയുമായ അനിൽ ദേശ്മുഖിന് തലയ്ക്ക് കല്ലേറിൽ പരിക്ക്. നെറ്റിയിൽ പരിക്കേറ്റ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടോളിൽ വെച്ചാണ് അനിൽ ദേശ്മുഖിന്റെ കാറിനു നേരെ ആക്രമണം ഉണ്ടായത്. വലിയ കല്ലുകൾ കാറിനു നേരെ വലിച്ചെറിയുകയായിരുന്നു. കല്ലേറിൽ കാറിന്റെ ചില്ലുകൾ തകർന്നു. കല്ലുകൊണ്ട് അനിലിന്റെ തലയിൽ പരിക്കേറ്റു. അനിൽ നാഗ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. BJP പ്രവർത്തകരാണ് കല്ലേറിനു പിന്നിലെന്ന് NCP ശരത് പവാർ വിഭാഗം ആരോപിച്ചു. അനിൽ ദേശ്മുഖിന്റെ അനുയായികൾ രാത്രി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കട്ടോളിൽ NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അനിലിന്റെ മകൻ സലിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു അനിൽ ദേശ്മുഖ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് സമാപനം. റോഡ് ഷോയും റാലികളുമായി കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. പാലക്കാട്ടെ വ്യാജ വോട്ട് വിവാദത്തിൽ LDF പ്രതിഷേധം. കളക്ട്രേറ്റിലേക്ക് LDF മാർച്ച് നടത്തി. വ്യാജ വോട്ട് ചേർത്തവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് ഓപ്പറേഷൻ ഹസ്ത എന്ന നിലയിലല്ല. BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചല്ല കോൺഗ്രസിലേക്ക് എത്തുന്നതെന്നും രാഹുൽ ന്യൂസ് 18നോട്. പാലക്കാട് 20,000-ത്തിലധികം ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി P. സരിൻ. നേതാക്കളെ മുന്നണി മാറ്റി വോട്ട് മറിക്കാമെന്ന തന്ത്രം പരാജയപ്പെടും. MLA വിരുദ്ധ വികാരവും പാലക്കാട് ശക്തമാണെന്ന് സരിൻ ന്യൂസ് 18നോട്. കോൺഗ്രസ് പണം കൊടുത്ത് കൗൺസിലർമാരെ വാങ്ങാനുള്ള നീക്കം ഇന്നും നടത്തിയതായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പണം കൊടുത്താൽ പോകുന്നയാൾ പോയെന്നും ഇനി ആരും പോകില്ലെന്നും കൃഷ്ണകുമാർ. ജയിച്ചാൽ 2 മാസത്തിനകം പാലക്കാട് ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവരുമെന്നും വാഗ്ദാനം. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരെ അണിനിരത്തി BJPയുടെ രാവിലെ തുടരുകയാണ്. നമുക്ക് ശബരിമലയിലേക്ക് പോകണം. അയ്യനെ കാണാൻ തിരക്കേറുന്നു. ശബരിമലയിൽ തിരക്കേറുകയാണ്. ഇന്ന് രാവിലെ 8 മണി വരെ 6 മണി വരെ ഇതിനകം 17,000 പേർ ദർശനം നടത്തി മടങ്ങി. ഇന്നലെ എത്തിയത് 75,959 തീർത്ഥാടകരാണ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവർ 5,710 പേരായിരുന്നു. 1 മിനിറ്റിൽ 80ഓളം പേർ 18ാം പടി ചവിട്ടുന്നുണ്ട്. ഈ തീർത്ഥാടന കാലത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടത് ഇന്നലെയാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ വരെ ദർശനം നടത്തിയത് 2,46,543 തീർത്ഥാടകരാണ്. സജീവ് സി വാര്യർ സന്നിധാനത്തുണ്ട്. സജീവ് സി വാര്യർ, ഇന്നലെയൊക്കെ നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തപ്പോൾ, നമ്മൾ സംസാരിച്ചപ്പോൾ തിരക്ക് പൊതുവെ കുറവായിരുന്നു എന്നായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഇന്നലെ തിരക്ക് വർദ്ധിക്കുന്നു. ഏതാണ്ട് 80,000-ത്തിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു അല്ലേ? സർക്കാരിന്റെ കണക്കും 80,000-ത്തോളം ആളുകളെ ഒരു ദിവസം കയറ്റിവിടാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കുമെന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? രഞ്ജിത്ത്, ഇന്നലത്തെ അനുഭവം വെച്ച് നോക്കിയാൽ വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഇന്നും രാവിലെ 6 മണി വരെയുള്ള ഒരു ഫ്ലോ എന്ന് പറയുന്നത് 17,000-ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നും 70 ക്രോസ് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. 75,959 പേരാണ് ഇന്നലെ മല കയറിയത്. അതുപോലെ ആദ്യ ദിവസം 7 മണിക്കൂറായിരുന്നു ദർശനം, 15-ാം തീയതി. അന്ന് 30,657 പേരുണ്ടായിരുന്നു. 16-ാം തീയതിയാണ് പിന്നീട് വലിയ തോതിൽ തിരക്ക് അനുഭവപ്പെട്ടത്. വൃശ്ചിക പുല്ലരിയായിരുന്നു. അന്ന് 72,656 പേർ മല കയറി. 17-ാം തീയതി 67,272 കുറഞ്ഞു. അതേസമയം ഇന്നലെ അത് 75,959 ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചത് ഞായറാഴ്ചയെല്ലാം വലിയ തോതിൽ തിരക്കുണ്ടാകുമെന്നാണ്. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനം. ഒരു പക്ഷേ ആളുകളെ സംബന്ധിച്ച് സ്പോട്ട് ബുക്കിംഗ് എന്നത് സാധ്യമാകുമോ എന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി 5,000-ൽ പരം പേർ മാത്രമേ കയറിയുള്ളൂ. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി വരാമെന്നിരിക്കെ 5,710 പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്നലെ എത്തിയത്. അത് ഇതുവരെയുള്ള ദിവസങ്ങളിലെ കണക്കിൽ കൂടുതലാണ്. പൊതുവെ സ്പോട്ട് ബുക്കിംഗ് കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും പുതുമേട് വഴിയൊക്കെ വരുന്നത് 400ഓളം പേരാണ്. ഇന്നലെ വന്നത് 328 പേരാണ്. ഇതുവരെ 2,46,543 പേർ ദർശനം നടത്തി എന്നാണ് കണക്ക്. ഏതായാലും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമുക്ക് സ്വാമിമാരോട് തന്നെ ചോദിക്കാം. അല്ലല്ല, എങ്ങനെയുണ്ട് ദർശനം? ഇന്നലെയൊക്കെ സുഖമായിരുന്നു. ഞങ്ങള് വന്ന ടൈമില് കുറച്ച് തിരക്ക് കൂടി. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്. വരുന്ന ടൈമിൽ കുറച്ച് തിരക്ക് കൂടി. രാവിലെയൊക്കെ നമ്മുടെ ഇവിടെ അമ്മച്ചനൊക്കെ വന്നിരുന്നു. സുഖദർശനം കിട്ടി. അവര് വൈകുന്നേരത്തോടുകൂടെ മടങ്ങി. എന്തായാലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഒരുപാട് സൗകര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോ 8-10 വർഷത്തിന് മേലായി വരുന്നു. ഇവിടെ കന്നിസ്വാമിയാണ്. ഇവിടെ ആദ്യമായിട്ടാണ്. കുഞ്ഞിനൊക്കെ സുഖമായിരുന്നു? കുഞ്ഞിനൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഈ
വഴിയിലൊക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയോ? വഴിയിലൊക്കെ സൗകര്യങ്ങളുണ്ട്. എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇല്ല, എല്ലാ ഫെസിലിറ്റേഷൻ സെന്ററുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹോസ്പിറ്റലുകളിൽ അതേമാതിരി നമ്മൾ ജസ്റ്റ് റെസ്റ്റിന് ഇരുന്നാൽ തന്നെ ഗാർഡുകൾ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നീറ്റാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ. എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ 25 മണിക്കൂറാണ് ലൈനിൽ നിന്നത്. ഇത്തവണ നിന്നിട്ടില്ല. ഇത്തവണ അപ്പോൾ നേരെ ലൈന് വന്ന് കയറി തൊഴുതു സുഖദർശനം 10:45 ദർശനം. എൻ്റെ പേര് അഭിലാഷ്. അഭിലാഷ് പറയുന്നതനുസരിച്ച്, മണ്ണാർക്കാട് നിന്നുള്ള അഭിലാഷാണ് നമ്മൾ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് സുഗമമായ രീതിയിൽ ആളുകൾക്ക് എത്താൻ സാധിക്കുന്നു എന്നാണ്. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും നമ്മളോട് ഒപ്പം ഇവിടെ ഉണ്ട്. തിരക്ക് കാണാം. ഇപ്പോൾ ഉഷപൂജ കഴിഞ്ഞുള്ള പ്രദക്ഷിണം കഴിഞ്ഞ് നട തുറക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ബ്ലോക്കായി ഇരിക്കുന്ന ആളുകളെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നട തുറന്ന ഉടനെ തന്നെ ആളുകളെ കടത്തിവിടും, ദർശനത്തിനായി കടത്തിവിടും. അത് കഴിഞ്ഞ് പമ്പയിൽ നിന്നുള്ള വരവും ഇപ്പോഴും തുടരുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം. 18-ാം പടി കയറി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം 80ഓളം തീർത്ഥാടകർ ഓരോ ദിവസവും വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ള ദർശനം പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ദിവസവും തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നത്തെ ദിവസം തിരക്ക് കൂടാനാണ് സാധ്യത. വരും ദിവസങ്ങളിലും തിരക്ക് കൂടിയേക്കും. അങ്ങനെയാണെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് കുറയുന്ന സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് കുറെ കൂടി കൂട്ടുക എന്നുള്ള ഒരു ആലോചന ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 80,000 പേർക്ക് വരാവുന്ന ഒരു സാഹചര്യത്തിൽ 75,000 നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ 5,000 പേർക്കെങ്കിലും കൂടുതൽ പേർക്ക് വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന ആലോചന നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് ശബരിമലയിൽ ഇന്ന് തിരക്ക് കുറവാണ്. ഇന്നലെയും തിരക്കിൽ വർധനമുണ്ടായിരുന്നു. 75,000 മുകളിൽ, ഏതാണ്ട് 80,000-അടുത്ത ആളുകൾ ഇപ്പോൾ ദർശനം നടത്തി തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ദർശനത്തിന് കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ്. സജീവ് സി വാര്യരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കർണാടകയിലെ ഉടുപ്പിയിൽ പ്രമുഖ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ അടക്കം 2 പേരെ വധിച്ചു. ഉടുപ്പി ഹെബ്രി വനമേഖലയിൽ ഇന്നലെ രാത്രിയായിരുന്നു ഏറ്റുമുട്ടൽ. ആന്റി നക്സൽ സ്ക്വാഡുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത്. കെ വി ബൈജു ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. കെ വി ബൈജു, നാടുകാണി ദളത്തെ നയിച്ചിരുന്നത് വിക്രമാണ്. നമുക്കറിയാം, ആ മേഖലയിൽ സജീവമായിരുന്നു. ഇവിടെ ഇദ്ദേഹത്തിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്തെ, തീർച്ചയായും ഈ ആന്റി നക്സൽ സ്ക്വാഡുമായി ഉണ്ടായ ഏറ്റുമുട്ടലിലാണ്, അതായത് മാവോയിസ്റ്റ് കമാൻഡർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്, വിക്രം ഗൌഡ ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നത്. ഇതിൽ രണ്ടാമതാളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പ്രധാനപ്പെട്ട 2 നക്സൽ നേതാക്കൾ രക്ഷപ്പെട്ടതായും വിവരമുണ്ട്. ഇവർക്കായി ഇപ്പോൾ തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പിക്ക് സമീപം ഹെബ്രി വനമേഖലയിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ആന്റി നക്സൽ സ്ക്വാഡുമായി ഏറ്റുമുട്ടലുണ്ടായത്. ഈ ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൌഡയും മറ്റൊരു പ്രധാനപ്പെട്ട നക്സൽ നേതാവും കൊല്ലപ്പെട്ടതായ സ്ഥിരീകരണം വരുന്നത്. എന്തായാലും 2016 നിലമ്പൂർ കരുളായി വരയൻ മലയിൽ പോലീസുമായി ഉണ്ടായ ഏറ്റുമുട്ടൽ രക്ഷപ്പെട്ടതാണ് ഈ വിക്രം ഗൌഡ. അന്ന് മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജ്, അതുപോലെ തന്നെ തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗം അജിത എന്നിവർ ആ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്തായാലും വിക്രം കേരളത്തിൽ നിന്നാണ് ഈ ഹെബ്രി വനമേഖലയിൽ എത്തിയെന്നാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. ഈ നിലമ്പൂർ കരുളായി ഏറ്റുമുട്ടലിന് ശേഷം നാടുകാണി ദളത്തിന്റെ ചുമതല വഹിച്ചു വരികയായിരുന്നു വിക്രം. അട്ടപ്പാടി, അതുപോലെ തന്നെ നിലമ്പൂർ, വയനാട് മേഖലയിലായിരുന്നു സജീവമായി ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. 28 വർഷത്തോളമായി ഇയാളെ പിടികൂടാനുള്ള നീണ്ട പരിശ്രമത്തിലായിരുന്നു ആന്റി നക്സൽ സ്ക്വാഡ്. മാത്രമല്ല, ആന്ധ്ര സർക്കാർ ഇയാളെ പിടികൂടുന്നവർക്ക് പാരിതോഷികവും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രക്ഷപ്പെട്ട 2 പേർക്കായുള്ള തിരച്ചിൽ വ്യാപകമാക്കിയിട്ടുണ്ട്, ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആന്റി നക്സൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ സ്ഥിരീകരണം വരുന്നത്. വിക്രം ഗൌഡ ഉൾപ്പെടെ 2 നക്സൽ നേതാവിനെ വധിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ആന്റി നക്സൽ സ്ക്വാഡ് ഈ രക്ഷപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഈ കൂടുതൽ സംഘങ്ങളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്കറിയാം, നിലമ്പൂർ മേഖലയിലൊക്കെ സജീവമായി പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എത്തി ഭക്ഷണം ചോദിക്കുകയും മറ്റും ചെയ്തു തരുന്ന ദളത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നാണ് മനസ്സിലാകുന്നത്. ഇവർ പലപ്പോഴും ഗ്രാമവാസികളടക്കം ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ വിക്രം ഗൌഡയ്ക്കൊപ്പം കൂടുതൽ സംഘാംഗങ്ങളുണ്ട് എന്ന നിഗമനത്തിലാണോ ആന്റി നക്സൽ സ്ക്വാഡ് ഉള്ളത്? അതനുസരിച്ച് കൂടുതൽ സന്നാഹങ്ങളോടെയുള്ള തെരച്ചിലാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്?
രഞ്ജിത്തെ 4 പേരായിരുന്നു സംഘാംഗങ്ങളായി ഉണ്ടായിരുന്നത്. ഇതിൽ 2 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർ പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. ഇവരെ കണ്ടെത്താനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. ഈ മേഖലകളിൽ പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ചിക്കുമംഗ്ലൂർ, ഈ ഹെബ്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന വിവരമുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ആന്റി നക്സൽ സ്ക്വാഡ് വ്യാപകമായ പരിശോധന നടത്തിയത്. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ 4 സംഘാംഗങ്ങളെ കണ്ടെത്തുകയും പിന്നീട് ഇവർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടത്. രണ്ടാമത് ആൾ കൊല്ലപ്പെട്ടയാളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ആന്റി നക്സൽ സ്ക്വാഡ് നൽകുന്നുണ്ട്. ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കമാൻഡന്റായി വർക്ക് ചെയ്യായിരുന്നു. ഇവരുടെ ഏറ്റവും വലിയ നേതാവാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തലവേദന ഉണ്ടാക്കിയ ഈ പോലീസും ആന്റി നക്സൽ സ്ക്വാഡിനും തലവേദന ഉണ്ടാക്കിയ ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്ര സർക്കാർ ഇയാളെ പിടികൂടുന്നവർക്ക് പാരിതോഷികം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10-28 വർഷത്തോളമായി ഈ നിരന്തരം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നാണ് ഈ സംഘങ്ങൾ ഈ ഹെബ്രി വനമേഖലയിൽ എത്തിയെന്നാണ് ആന്റി നക്സൽ സ്ക്വാഡ് വ്യക്തമാക്കുന്നത്. കൂടുതൽ പേർ ഇത്തരത്തിൽ ഇവരുടെ സംഘങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഏതായാലും 4 പേർ ഉണ്ട് എന്നുള്ള സ്ഥിരീകരണം നൽകുന്നു. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു, 2 പേർ രക്ഷപ്പെട്ടതായും ആന്റി നക്സൽ സ്ക്വാഡ് പറയുന്നുണ്ട്. എന്തായാലും മറ്റവരെ കണ്ടെത്താനുള്ള തെരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് വിക്രം ഗൌഡ എന്നത് ചെറിയ മീനല്ല. ഈ നക്സലുകളുടെ ഏറ്റവും വലിയ നേതാവാണ്. അത് ആന്റി നക്സൽ സ്ക്വാഡിന് വലിയ നേട്ടവുമാണ്. വർഷങ്ങളായി, നേരത്തെ ബൈജു പറഞ്ഞതുപോലെ 10-28 വർഷമായി പോലീസിനും ആന്റി നക്സൽ സ്ക്വാഡിനും തലവേദന സൃഷ്ടിച്ചിരുന്ന വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം മറ്റൊരാളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ ആന്റി നക്സൽ സ്ക്വാഡ് സജീവമാക്കിയിട്ടുണ്ട്. ഉടുപ്പി മേഖലയിൽ വനപ്രദേശങ്ങളിലൊക്കെ വ്യാപകമായി തെരച്ചിൽ തുടരുകയാണ് എന്നാണ് കെ വി ബൈജു റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. പാകിസ്ഥാന്റെ പിടിയിലായ 7 മത്സ്യത്തൊഴിലാളികളുടെ കപ്പൽ പിന്തുടർന്ന് രക്ഷിച്ച ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. പാക് മാരിടൈം ഏജൻസിയുടെ കപ്പൽ PMS നുസ്രത്തിനെ 2 മണിക്കൂറോളം സാഹസികമായി പിന്തുടർന്നാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത്. ഇന്ത്യ പാക് അതിർത്തിയിൽ നോൺ ഫിഷിംഗ് സോണിൽ നിന്നാണ് പാക് മാരിടൈം ഏജൻസി 7 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ ഞായറാഴ്ച പിടിച്ചത്. കാലഭൈരവെന്ന മത്സ്യബന്ധന ബോട്ടിലുള്ളവരെയാണ് പിടികൂടിയത്. മത്സ്യത്തൊഴിലാളികൾ സന്ദേശം നൽകിയതിനെ തുടർന്ന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അടിയന്തര രക്ഷാ നടപടികൾ ആരംഭിച്ചു. പാക് കപ്പലിനെ പിന്തുടർന്ന് പാക് അതിർത്തി കടക്കും മുമ്പ് കപ്പൽ തടഞ്ഞു നിർത്തി ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചു. ഇവർ സഞ്ചരിച്ചിരുന്ന കാലഭൈരവ ബോട്ട് മത്സ്യത്തൊഴിലാളികളെ പാകിസ്ഥാൻ കപ്പൽ പിടികൂടുന്നതിനിടയിൽ കടലിൽ മുങ്ങിപ്പോയി. ഗുജറാത്തിലെ ഓഖ തുറമുഖത്തെത്തിച്ച മത്സ്യത്തൊഴിലാളികളെല്ലാവരും ആരോഗ്യവാന്മാരാണ്. ഇവരെ കോസ്റ്റ് ഗാർഡ് പോലീസിനു കൈമാറി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. വാഹന നികുതി വെട്ടിപ്പ് കേസിൽ നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി ആണ് പരിഗണിക്കുന്നത്. ജസ്റ്റിസ് C. ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. പുതുച്ചേരി വാഹനം രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഓടിച്ച് സംസ്ഥാനത്തിന് നികുതി നഷ്ടമുണ്ടാക്കി എന്നാണ് കേസ്. പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ വാഹനം രജിസ്റ്റർ ചെയ്തുവെന്ന് പോലീസ് ആക്ഷേപിക്കുന്നുണ്ട്. കേസിലെ വിചാരണ നടപടികളിൽ ഹാജരാകുന്നതിൽ സുരേഷ് ഗോപിക്ക് ഇളവുണ്ട്. കേസിലെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജിയാണ്. ഹർജി നേരത്തെ എറണാകുളം ACJM കോടതി തള്ളിയിരുന്നു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നുണ്ട്. വാദം പൂർത്തിയായാൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് ഒന്നുകൂടി പോകണം. പാലക്കാട്ട് ഇന്ന് നിശബ്ദ പ്രചരണമാണ്. VV അരുൺ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അരുണിനൊപ്പം BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറുമുണ്ട്. കൃഷ്ണകുമാറിനും ഇന്ന് തിരക്കേറിയ ദിവസമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും 3 സ്ഥാനാർത്ഥികൾക്കും തിരക്കേറിയ ദിവസം തന്നെയാണ്. മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ്. ഇപ്പോൾ പാലക്കാട് നഗരസഭാ പരിധിയിലെ താരേക്കാട് ഗ്രാമത്തിലാണ് കൃഷ്ണകുമാർ ഉള്ളത്. ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തകർക്കും നാട്ടുകാർക്കും അദ്ദേഹം ചിത്രമൊക്കെ എടുക്കുന്നുണ്ട്. ആളുകൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയെ കാണുമ്പോഴുള്ള ഒരു താല്പര്യവും ഫോട്ടോ എടുക്കാനുള്ള ശ്രമവുമൊക്കെയാണ്. അതൊക്കെ മറികടന്ന് വേണം ഈ ഫോട്ടോ എടുപ്പൊക്കെ വലിയൊരു ഇതാണല്ലോ. എല്ലാവർക്കും ഫോട്ടോയെ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകണം അല്ലേ? ശരി, എങ്ങനെയുണ്ട്?
ചേട്ടാ എങ്ങനെയുണ്ട് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, പരമാവധി ആളുകൾ നേരിട്ട് കാണുകയാണോ? അതെ അതെ, പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ്. ഇത് നേരത്തെ വന്ന സ്ഥലമാണല്ലേ? അല്ലല്ല, ഇത് ഞാൻ നേരത്തെ ഇവിടെ ഞാൻ ഈ പ്രദേശത്ത് 2000 നഗരസഭാ കൗൺസിലറായിട്ട് ആദ്യം ജയിച്ച പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആളുകളെ നേരിൽ കാണുക, വോട്ട് ചോദിക്കുക എന്നുള്ളത്. ഇന്നലത്തെ ഈ കുട്ടിക്കലാശത്തിന്റെയൊക്കെ ഒരു ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ ആവേശത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകര്. ഞങ്ങൾ ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞല്ലോ, ആദ്യ ദിനം തൊട്ട് ഞങ്ങൾ വലിയ ആവേശത്തിലാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുകയാണ്, ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഈ മുനിസിപ്പാലിറ്റി ഏരിയകളിൽ വലിയ ലീഡ് എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു പ്രതീക്ഷ. അത് ഇത്തവണ വലിയ ലീഡിലേക്ക് പോകുമോ, എങ്ങനെയാണ്? അതെ, മുമ്പിൽ പോയി വിളിച്ചാൽ രണ്ടാൾ പോയി, കാരണം ഇവിടെയൊക്കെ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും. ഒന്ന് ആരെങ്കിലും രണ്ടാൾ പോയി വിളിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ഇവിടുത്തെ ഒരു ലീഡ് വർദ്ധിപ്പിക്കാനാകുമെന്ന് തന്നെയാണോ? അതെ, ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യും. അത് ഞങ്ങൾ 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് പാലക്കാട് നഗരസഭാ പരിധിയിലുണ്ടാവും. പഞ്ചായത്തുകളിൽ ഞങ്ങൾ 2 പഞ്ചായത്തുകളിൽ 1ാം സ്ഥാനം വരും. 2 പഞ്ചായത്തുകളിൽ മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ 1ാം സ്ഥാനം വരും. CPM-ന്റെ പഞ്ചായത്താണ്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇതെല്ലാം. അതല്ലേ തകർന്നടിഞ്ഞത്. പാലക്കാട് നഗരസഭയിൽ CPM-ന് 17 സീറ്റ് ഉണ്ടായിരുന്നു, 7 സീറ്റാണ്. ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണോ നമ്മുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെയാണോ? കോൺഗ്രസുമായിട്ടൊരു 2ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം അവർ 2 മുന്നണിയും തമ്മിൽ 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിലാണ്. അതുതന്നെയാണ് വലിയ ആത്മവിശ്വാസം തന്നെയാണ്. നഗരസഭാ പരിധിയിൽ 10,000-ന് മുകളിലേക്ക് ലീഡ് നേടാനാകുമെന്ന പ്രതീക്ഷയാണ് കൃഷ്ണകുമാർ പങ്കുവയ്ക്കുന്നത്. അതുപോലെ തന്നെ മാത്തൂരും കണ്ണാടിയും പോലുള്ള CPM ശക്തി കേന്ദ്രങ്ങളിൽ അവിടെയും ലീഡ് നേടും എന്നുള്ളതാണ് BJPയുടെ കൃഷ്ണകുമാറിന്റെ പ്രതീക്ഷ. ഈ അവസാന മണിക്കൂറുകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഓരോ വോട്ടർമാരെ നേരിട്ട് നമ്മളിപ്പോൾ ഉള്ള സ്ഥലം അദ്ദേഹം നേരത്തെ നഗരസഭാ കൌൺസിലായിരുന്ന മേഖലയാണ്. അവിടെ ആളുകളൊക്കെ നേരിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഓരോ ആളുകളെ നേരിൽ കണ്ട് ഈ ഓരോ വോട്ടും ഉറപ്പിക്കുകയാണ് ഇപ്പോഴും BJP സ്ഥാനാർത്ഥി. ഇനിയുള്ള മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. നിശബ്ദ പ്രചരണമാണെങ്കിലും ഒട്ടും വിശ്രമിക്കാനുള്ള അവസരമല്ല സ്ഥാനാർത്ഥികൾക്ക് ഈ നിശബ്ദ പ്രചരണ ദിവസവും. ഇന്ന് രാത്രി വരെയും ഒരുപക്ഷെ ആളുകളെ നേരിൽ കാണുകയും അതുപോലെ തന്നെ ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടുമൊക്കെ അവസാനവട്ട വോട്ടുറപ്പിക്കാൻ ശ്രമത്തിലാണ് BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ തന്റെ നിശബ്ദ പ്രചരണ ദിവസം ഓരോ വോട്ടർമാരും നേരിട്ട് കാണുകയാണ്. ഇന്നലെ നമ്മൾ അല്പം മുമ്പ് കണ്ടത് സരിന്റെ കൂടെ ഉള്ള പ്രവർത്തകർ. ഇപ്പോൾ ഇവിടെ ഇതാ കൃഷ്ണകുമാറും ഇത്തരത്തിൽ പ്രവർത്തകർക്കൊപ്പം നിന്ന് ആളുകളെ കാണാനുള്ള എല്ലാ ശ്രമങ്ങളിലുമാണ് എന്നുള്ളതാണ്. വലിയ കഠിനമായ പ്രയത്നമാണ് ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം പലരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് ഉറപ്പിക്കുക എന്നത് ചെറിയ ജോലിയല്ല. ഈ 3 സ്ഥാനാർത്ഥികളും ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളിലും ഒരുക്കങ്ങളിലുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരെയും കാണണം, പരിചയം പുതുക്കണം. വിജയിച്ച വാർഡാണ്, അവിടെ പരിചയത്തിന് കുറവില്ല. പക്ഷേ 2ഉം 3ഉം വട്ടം കണ്ട് പരമാവധി കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിലാണ് നിശബ്ദ പ്രചരണ ദിവസം. പ്രവർത്തകരും സ്ഥാനാർത്ഥിയും വിശ്രമമില്ലാതെ ഓടുന്ന കാഴ്ചകളാണ് PV അരുൺ പങ്കുവച്ചത്. നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് പോകാം. പ്രേക്ഷകർക്കായുള്ള സെഗ്മെന്റാണ്. പ്രേക്ഷകർക്ക് തങ്ങളുടെ വിശേഷ അവസരങ്ങളിൽ ന്യൂസ് 8-നൊപ്പം ചേരാവുന്ന ഒരു സമയമാണ്. കണ്ണൂർ ഊരത്തൂരിലെ രജീഷിന്റെയും ശ്രുതിയുടെയും 12ാം വിവാഹ വാർഷികമാണ് ഇന്ന്. രജീഷ് കണ്ണൂർ GST ഡിപ്പാർട്ട്മെന്റിൽ ASTOയും ശ്രുതി റവന്യൂ വകുപ്പ് ജീവനക്കാരിയുമാണ്. രജീഷിനും ശ്രുതിക്കും ദീർഘായുസ്സും എല്ലാ ആശംസകളും ഈ 12ാം വിവാഹ വാർഷിക വേളയിൽ നേടുകയാണ്. തിരുവനന്തപുരം കാട്ടാക്കട പന്നിയോട് സ്വദേശി കിരണിന്റെയും ഷീനയുടെയും മക്കളായ സാൻവിക S. കിരണിന്റെയും സാൻവിയ S. കിരണിന്റെയും 3ാം പിറന്നാളാണ്. സുന്ദരികളായ ഇരട്ടക്കുട്ടികൾ. അവർക്ക് ഇന്ന് 3ാം പിറന്നാളാണ്. അവർക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. ദേവു എന്ന് വിളിക്കുന്ന ഗോപികയുടെ പിറന്നാളാണ്. 14ാം പിറന്നാൾ ദിവസമാണ് ഇന്ന്. ബാലരാമപുരം കല്ലുമൂട് സ്വദേശിനിയാണ് ഗോപികയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. പിറന്നാൾ ദിവസം അടിച്ചു പൊളിക്കുക. അബുദാബിയിൽ താമസിക്കുന്ന പത്തനംതിട്ട കളഞ്ഞൂർ സ്വദേശികളായ രാജീവ് പ്രേംകുമാരി ദമ്പതികളുടെ മകൻ പൃഥ്വിന്റെ ആദ്യ പിറന്നാൾ നാളെയാണ്. പിറന്നാള്
അഡ്വാൻസ്ഡ് ഹാപ്പി ബർത്ത്ഡേ പൃഥ്വിന് എല്ലാ ആശംസകളും എല്ലാ സൗഭാഗ്യങ്ങളും. അടിച്ചു പൊളിച്ച് പിറന്നാൾ ആഘോഷിക്കുക. ഇതുപോലെ നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഞങ്ങളെ അറിയിക്കാം. ആ സന്തോഷ ദിനത്തിൽ ന്യൂസ് 8 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം. അതിനായി ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. വാട്സപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ, നെയിം, ഫോൺ നമ്പർ, പിറന്നാൾ, വാർഷികം, അങ്ങനെ എന്തുമാകട്ടെ നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം പങ്കുവെക്കാം. ഇടവേളയ്ക്ക് ശേഷം സ്പീഡ് ന്യൂസുമായി കൃഷ്ണേന്ദു ചേരും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം. റോഡ് ഷോയും റാലികളുമായി കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ. നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക്. പാലക്കാട്ടെ വ്യാജ വോട്ട് വിവാദത്തിൽ LDF പ്രതിഷേധം. കളക്ടറേറ്റിലേക്ക് LDF മാർച്ച് നടത്തി. വ്യാജ വോട്ട് ചേർത്തവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യം. പാലക്കാട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് ഓപ്പറേഷൻ ഹസ്ത എന്ന നിലയിലല്ല. BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചല്ല കോൺഗ്രസിലേക്ക് എത്തുന്നതെന്നും രാഹുൽ ന്യൂസ് 18നോട്. പാലക്കാട് 20,000-ത്തിലധികം ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി P. സരിൻ. നേതാക്കളെ മുന്നണി മാറ്റി വോട്ട് മറിക്കാമെന്ന തന്ത്രം പരാജയപ്പെടും. MLA വിരുദ്ധ വികാരവും പാലക്കാട് ശക്തമാണെന്ന് സരിൻ ന്യൂസ് 18നോട്. കോൺഗ്രസ് പണം കൊടുത്ത് കൗൺസിലർമാരെ വാങ്ങാനുള്ള നീക്കം ഇന്നും നടത്തിയതായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. പണം കൊടുത്താൽ പോകുന്നയാൾ പോയെന്നും ഇനി ആരും പോകില്ലെന്നും കൃഷ്ണകുമാർ. ജയിച്ചാൽ 2 മാസത്തിനകം പാലക്കാട് ബാംഗ്ലൂർ വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവരുമെന്നും വാഗ്ദാനം. പാലക്കാട് നഗരസഭാ കൗൺസിലർമാരെ അണിനിരത്തി BJPയുടെ പ്രകടനം. 6 കൗൺസിലർമാർ BJP വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് സ്ഥാനാർത്ഥിയുമൊത്തുള്ള പ്രകടനം. പാലക്കാട് UDF BJP ഏറ്റുമുട്ടലെന്ന് ആവർത്തിച്ച് VD സതീശൻ. 2ാം സ്ഥാനത്തെത്താനുള്ള എല്ലാ സാധ്യതയും CPM ഇല്ലാതാക്കി. ഉപതെരഞ്ഞെടുപ്പ് ഫലം 3 വർഷത്തെ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാണെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും VD സതീശൻ. തനിക്ക് കണ്ടകശിനി എന്ന K. സുരേന്ദ്രന്റെ പരാമർശത്തിന് മറുപടിയുമായി VD സതീശൻ. സാധാരണ ശപിക്കുക താപസന്മാരാണ്. ഇത് കള്ളപ്പണത്തിന് മുകളിലിരിക്കുന്ന താപസനാണെന്ന് VD സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ മുസ്ലിം ലീഗ്. നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ വയനാട്ടിൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധം. ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് LDFും UDFും. ലക്കിടിയിൽ ജില്ലാ പ്രവേശന കവാടത്തിൽ UDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് വയനാടിനോടുള്ള അവഗണന എന്ന് CPM ജില്ലാ സെക്രട്ടറി ഗഗാരൻ. കേന്ദ്ര സഹായം ഇല്ലെങ്കിലും പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDFന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന ആത്മാർത്ഥത ഇല്ലെന്നും ജനങ്ങൾ ദുരിതത്തിൽ ആകണമെന്ന നിലപാടാണ് ഉള്ളതെന്നും ഗഗാരൻ. വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുരന്തബാധിതരോടുള്ള നീക്കങ്ങൾക്ക് എതിരായ പ്രതിഷേധമെന്ന് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ND അയ്യപ്പൻ. വയനാട്ടിലെത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ പ്രധാനമന്ത്രി തീരുമാനമെടുക്കണമായിരുന്നു. കേരള സർക്കാർ ദുരന്തബാധിതരോട് സ്വീകരിച്ച സമീപനം അംഗീകരിക്കാൻ ആകില്ലെന്നും അതിനോട് കൂടിയുള്ള പ്രതിഷേധമാണ് ഈ ഹർത്താലെന്നും ND അയ്യപ്പൻ ന്യൂസ് 18നോട്. പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. പരമാവധി വോട്ടുറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാകും മുന്നണി സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ തടയാൻ കർശന നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതിയിൽ. വാദം പൂർത്തിയായാൽ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാകാൻ സാധ്യത. അന്വേഷണവുമായി സിദ്ദിഖ് സഹകരിക്കുന്നില്ലെന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സർക്കാർ.
വാഹന നികുതി വെട്ടിപ്പ് കേസിൽ സുരേഷ് ഗോപി നൽകിയ വിടുതൽ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയും പരിഗണിക്കും. ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പുതുച്ചേരി വാഹനം രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ ഓടിച്ച് സംസ്ഥാനത്തിന് നികുതി നഷ്ടമുണ്ടാക്കിയെന്ന കേസ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുന്നു. ഇന്ന് രാവിലെ 6 മണിവരെ ദർശനം നടത്തിയത് 17,000 പേർ. ഇന്നലെ 60,000-ലധികം പേരാണ് ദർശനം നടത്തി മടങ്ങിയത്. 1 മിനിറ്റിൽ 18-ാം പടി ചവിട്ടുന്നത് 80ഓളം പേർ. ചരിത്രം കുറിച്ച് ISRO അത്യാധുനിക വാർത്താവിനിമയ ഉപഗ്രഹം GSAT-20 വിജയകരമായി വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കേപ്പ് കനാവറിൽ നിന്ന് പുലർച്ചെ 12:01 വിക്ഷേപണം. 34 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷം ഉപഗ്രഹം വേർപെട്ട ഭ്രമണപഥത്തിൽ. ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. തമിഴ്നാട് തൂത്തുക്കുടിയിൽ പാപ്പാനെ അടക്കം 2 പേരെ ക്ഷേത്രത്തിലെ ആന ചവിട്ടിക്കൊന്നു. തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യൻ സ്വാമി ക്ഷേത്രത്തിലാണ് ദാരുണ സംഭവമുണ്ടായത്. പാപ്പാൻ ഉദയനും സഹായിയും ബന്ധുവുമായ ശിശുപാലനുമാണ് മരിച്ചത്. മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കർണാടക ഉടുപ്പി ഹെബ്രി വനമേഖലയിൽ രാത്രിയിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് വിക്രം കൊല്ലപ്പെട്ടത്. ആന്റി നക്സൽ സ്ക്വാഡുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത്. മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായിരുന്നു വിക്രം. നിലമ്പൂർ കരളുമായി ഏറ്റുമുട്ടലിന് ശേഷം നാടുകാണി ദളത്തിന്റെ ചുമതല വഹിച്ചു. അട്ടപ്പാടി നിലമ്പൂർ വയനാട് വനമേഖലയിൽ സജീവമായിരുന്നു. കുപ്രസിദ്ധ കുറ്റവാളി ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയ് US-ൽ അറസ്റ്റിൽ. കാലിഫോർണിയയിൽ നിന്നാണ് അൻമോൽ അറസ്റ്റിലായത്. ഇന്ത്യയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അൻമോൽ. ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ വീട്ടിലും ഓഫീസുകളിലും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലെ നിർണായക വിവരങ്ങൾ പുറത്തുവിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ കണക്കിൽപ്പെടാത്ത 12.41 കോടി രൂപ കണ്ടെടുത്തുവെന്ന് ED. ഡിജിറ്റൽ ഉപകരണങ്ങളും നിർണായക രേഖകളും റെയ്ഡിൽ പിടിച്ചെടുത്തു. വൻതുക സമ്മാനം നേടിയ ടിക്കറ്റുകൾ വാങ്ങിയ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും ഇത് ഖജനാവിന് കനത്ത നഷ്ടമുണ്ടാക്കിയതായും ED. പാകിസ്ഥാൻ പിടിയിലായ 7 മത്സ്യത്തൊഴിലാളികളെ കപ്പലിൽ പിന്തുടർന്ന് രക്ഷിച്ച് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. പാക് മാരിടൈം ഏജൻസിയുടെ കപ്പൽ PMS നുസ്രത്തിനെ 2 മണിക്കൂറോളം സാഹസികമായി പിന്തുടർന്നാണ് ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ മോചിപ്പിച്ചത്. ഗുജറാത്തിലെ ഓഖ തുറമുഖത്ത് എത്തിച്ച മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും ആരോഗ്യവാന്മാർ. ഇവരെ കോസ്റ്റ് ഗാർഡ് പോലീസിന് കൈമാറി. മഹാരാഷ്ട്രയിൽ നാളെ വിധിയെഴുത്ത്. മഹാരാഷ്ട്രയിൽ BJP മത്സരിക്കുന്നത് 148 സീറ്റുകളിലേക്ക്. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 80 സീറ്റുകളിലും ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ NCP 53 സീറ്റുകളിലും മത്സരിക്കും. 103 സീറ്റുകളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ. ശരത് പവാറിനെതിരെ NCP 87 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുണ്ട്. ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന 89 സീറ്റുകളിൽ ജനവിധി തേടുന്നു. ഝാർഖണ്ഡും നാളെ വിധിയെഴുതും. ജേമം കോട്ടയായ ബർഹൈത്തിൽ ഹേമന്ത് സോറൻ BJPയുടെ ഗാംലിയേൽ ഹെംബ്രാമിനെ നേരിടും. ജേമമിന്റെ നിസാമുദ്ദീൻ അൻസാരിക്കെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി മത്സരിക്കുന്നു. ഗൻവാറിൽ ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറൻ BJPയുടെ മുനിയ ദേവിയോട് ഗാംഡേയ സീറ്റിൽ ഏറ്റുമുട്ടും. ഉത്തർപ്രദേശിലെ 9 പഞ്ചാബിലെ 4 ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് നിയമസഭാ സീറ്റുകളിലും നാളെ ഉപതെരഞ്ഞെടുപ്പ്. മഹാരാഷ്ട്രയിലെ നന്ദേഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സന്തുക് ഹാംബാഡെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ രവീന്ദ്ര ചവാനെ നേരിടും. ഓഗസ്റ്റ് 26-ന് MP വസന്ത് ചവാന്റെ നിര്യാണത്തെ തുടർന്നാണ് നന്ദേഡ് ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. BJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിവാദ പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നത് ഉറപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാർഖണ്ഡിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറോട് നിർദ്ദേശിച്ചു. കോൺഗ്രസിന്റെയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെയും പരാതിയെ തുടർന്നാണ് നടപടി. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന ആരോപണത്തിലും BJP ജാർഖണ്ഡ് ഘടകത്തിന് EDയുടെ നോട്ടീസ്. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ കൂടുതൽ കേന്ദ്രസേനയെ സംസ്ഥാനത്തേക്ക് അയച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നുള്ള 5000 പേരെയാണ് കേന്ദ്രം മണിപ്പൂരിലേക്ക് അയച്ചത്. CRPF-ൽ നിന്ന് 35 യൂണിറ്റും BSF-ൽ നിന്ന് 15 യൂണിറ്റുമാണ് മണിപ്പൂരിൽ എത്തുന്നത്.
മണിപ്പൂർ പോലീസിൽ നിന്ന് 3 പ്രധാന കേസുകൾ ഏറ്റെടുത്ത NIA. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് 3 കുട്ടികളെയും 3 സ്ത്രീകളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസ് NIA അന്വേഷിക്കും. CRPF ക്യാമ്പിന് നേരെ നടന്ന ആക്രമണം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അടക്കം ജനപ്രതിനിധികളുടെ വസതികൾക്ക് നേരെ നടന്ന അക്രമവും അന്വേഷണ പരിധിയിൽ. മണിപ്പൂർ കലാപം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. ചർച്ചകളിലൂടെ രാഷ്ട്രീയ പരിഹാരം കാണണമെന്നും മണിപ്പൂരിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും CPM. NCP ശരത് പവാർ വിഭാഗം മുതിർന്ന നേതാവും മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രിയുമായ അനിൽ ദേശ്മുഖിന് കല്ലേറിൽ തലയ്ക്ക് പരിക്ക്. കട്ടോളിൽ വെച്ചാണ് അനിൽ ദേശ്മുഖിന്റെ കാറിന് നേരെ ആക്രമണമുണ്ടായത്. വലിയ കല്ലുകൾ കാറിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. BJP പ്രവർത്തകരാണ് ആക്രമിച്ചതെന്ന് NCP അജിത് പവാർ വിഭാഗം. പാൻ ഇന്ത്യ തീരദേശ പ്രതിരോധ അഭ്യാസമായ സീ വിജിലിന്റെ 4ാം പതിപ്പ് നാളെയും മറ്റന്നാളുമായി നടക്കും. തീരദേശ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിച്ച നടപടികൾ മെച്ചപ്പെടുത്തുക ലക്ഷ്യം. നാവികസേനയുടെ നേതൃത്വത്തിലാണ് സീ വിജിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ്. കഴിഞ്ഞ ജനുവരിയിലെ സന്ദർശനത്തിന്റെ പുരോഗതി വിലയിരുത്തി വരികയാണെന്നും ഫ്രഞ്ച് പ്രസിഡന്റ്. ഒളിമ്പിക്സ് വിജയകരമാക്കാൻ ആതിഥേയത്വം വഹിച്ചതിന് ഫ്രഞ്ച് പ്രസിഡന്റിനെ അഭിനന്ദിച്ച് മോദി. G20യിൽ ഗ്ലോബൽ സൌത്തിനെ പിന്തുണയ്ക്കുന്നതിനായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നിർമ്മിക്കുന്നത് ഉൾപ്പെടെ ചൈന ആഗോള വികസനത്തെ പിന്തുണയ്ക്കും. ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, ആഫ്രിക്കൻ യൂണിയൻ എന്നിവയ്ക്കൊപ്പം ചൈനയും ഗ്ലോബൽ സൌത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ഷി ജിൻപിങ്. G20 ഉച്ചകോടിയിൽ ലോകബാങ്കിന്റെ ദരിദ്ര രാജ്യങ്ങളുടെ ഫണ്ടിലേക്ക് $4 ബില്യൺ വാഗ്ദാനം ചെയ്ത് ജോ ബൈഡൻ. ലോകബാങ്കിന്റെ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ ഫണ്ടിലേക്കാണ് തുക നൽകുക. ഗ്രൂപ്പ് ഓഫ് 20 ഉച്ചകോടിയുടെ ഒരു ക്ലോസ്ഡ് സെഷനിലാണ് ബൈഡന്റെ പ്രഖ്യാപനം. അമേരിക്കയിലെ കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള പദ്ധതിയുമായി ട്രംപ്. നാടുകടത്തലിന്റെ ഭാഗമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ തയ്യാറെന്നും ട്രംപ്. അതിർത്തി നിയമങ്ങൾ കർശനമാക്കാനും കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ വേഗം നടപ്പാക്കാനും ട്രംപ് പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകൾ. ഗാസയുടെ വഷളായ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര സഹായം ആവശ്യപ്പെട്ട് UN സുരക്ഷാ കൌൺസിൽ. പലസ്തീൻ എൻക്ലേവിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും മുന്നറിയിപ്പ്. ഖര-ഇന്ധന മിസൈൽ നിർമ്മാണം റഷ്യ വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. റഷ്യയുടെ നീക്കം ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാകുന്നതായി ഗവേഷകർ. മിസൈൽ എഞ്ചിനുകൾ നിർമ്മിച്ച് 5 സമുച്ചയങ്ങളിലെ ദൃശ്യവും ചിത്രങ്ങളിൽ. റഷ്യൻ നീക്കം യുക്രൈനിലെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ. ടെഹ്റാന്റെ ശക്തമായ വിമർശകനായ മുൻ മന്ത്രി ഇർവിൻ കോട്ട്ലറെ വധിക്കാനുള്ള ഇറാൻ ഗൂഢാലോചന കാനഡ തകർത്തതായി റിപ്പോർട്ട്. ഇർവിൻ കോട്ട്ലർ 2003 മുതൽ 2006 വരെ നീതിന്യായ മന്ത്രിയും അറ്റോർണി ജനറലുമായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബർ 26-ന് ഇറാൻ ഏജന്റുമാരിൽ നിന്ന് കോട്ട്ലർക്ക് വധഭീഷണിയുണ്ടായിരുന്നു. വിദേശ ആസ്തിയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വരുമാനവും ആദായ നികുതി റിട്ടേണിൽ കൃത്യമായി വെളിപ്പെടുത്തണമെന്ന് ആദായ നികുതി വകുപ്പ്. ഇല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ ഈടാക്കും. വിദേശത്തുള്ള ബാങ്ക് അക്കൌണ്ടുകൾ, ഏതെങ്കിലും സ്ഥാപനത്തിലോ ബിസിനസ്സിലോ ഉള്ള നിക്ഷേപങ്ങൾ തുടങ്ങിയവയെല്ലാം കൃത്യമായി രേഖപ്പെടുത്തണം. യമഹയുടെ RX100 വിപണിയിൽ തിരിച്ചുവരാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. പുതിയ RX100-ൽ നിരവധി അത്യാധുനിക ഫീച്ചറുകൾ ഉണ്ടാവും. മോട്ടോർ സൈക്കിൾ പരമ്പരാഗത 98.62 cc എഞ്ചിനോടുകൂടി വരാനാണ് സാധ്യത. ഈ കാലണ്ടർ വർഷത്തെ 2020 മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരമായി സഞ്ജു സാംസൺ. ഈ വർഷം 13 മത്സരങ്ങൾ മാത്രം കളിച്ച സഞ്ജു നേടിയത് 3 സെഞ്ചുറികൾ അടക്കം 436 റൺസ്. 180 സ്ട്രൈക്ക് റേറ്റുള്ള സഞ്ജുവിന് 43.60 ശരാശരി. ഒരു കലണ്ടർ വർഷം 5 ഡെക്കുകളും സഞ്ജുവിന്റെ പേരിൽ. കോഴിക്കോട് മാവൂർ HP പെട്രോൾ പമ്പിന് മുമ്പിൽ വാഹനാപകടം. കാറും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്ക്. മാവൂർ ഭാഗത്തു നിന്നും വന്ന ടിപ്പർ ലോറിയും കോഴിക്കോട് ഭാഗത്തു നിന്ന് വന്ന മാരുതി ഓൾട്ടോ കാറുമാണ് കൂട്ടിയിടിച്ചത്. തൃശൂർ വഴുക്കുംപാറയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വരുത്തുകാട് മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. 50-ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് ഒറ്റയാൻ ഇറങ്ങിയത്. പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവ്.
ഇടുക്കിയിൽ ചന്ദനക്കടത്ത് സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങൾ ആക്കി വിൽക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. സച്ചു, അജികുമാർ, ഷിബു എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ 65 കിലോയോളം ചന്ദനക്കാതലും കണ്ടെത്തി. ഏറ്റുമാനൂർ ഉപജില്ലാ കലോത്സവത്തിൽ UP ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അതിരമ്പുഴ സെന്റ് മേരീസ് സ്കൂൾ. ബെസ്റ്റ് എയ്ഡഡ് സ്കൂൾ ട്രോഫിയും അതിരമ്പുഴ സെന്റ് മേരീസ് നേടിയെടുത്തു. കിടങ്ങൂരിൽ നടന്ന കലോത്സവത്തിൽ 60 ഇനങ്ങളിലായി ആരാധകരെ ആവേശത്തിലാക്കി മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമുള്ള കുഞ്ചാക്കോ ബോബന്റെ സെൽഫി. മഹേഷ് നാരായണന്റെ പുതിയ ചിത്രത്തിന്റെ ഭാഗമായി താരങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയിൽ. ഫാൻബോയ് മൊമെന്റ് എന്ന് പറഞ്ഞാണ് കുഞ്ചാക്കോ ബോബൻ സൂപ്പർ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിന് ശേഷം രാവിലെ തുടരുകയാണ്. ലത്തീൻ സഭ, മെത്രാൻ സമിതിയും മുസ്ലിം ലീഗ് നേതാക്കളും ചർച്ച നടത്തിയതോടെ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമോ എന്നാണ് ആകാംക്ഷ. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാകുമെന്ന് ചർച്ചയ്ക്ക് ശേഷം ഇരുവിഭാഗം നേതാക്കളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. റിലേ നിരാഹാര സമരം ഇന്ന് 38ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത പ്രതിനിധികൾ ഇന്ന് മുനമ്പത്ത് ഐക്യദാർഢ്യവുമായി എത്തും. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, ഇന്നലെ മുസ്ലിം ലീഗ് നേതാക്കൾ എത്തുന്നു. 12ഓളം ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയാണ്. ഒരു പ്രശ്നപരിഹാരത്തിന് ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള നീക്കം നടക്കുന്നുണ്ട്. ലീഗ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം സഭയ്ക്കുണ്ടോ? സമരപന്തൽ സന്ദർശിക്കാനും മറ്റും ലീഗ് നേതാക്കൾ തയ്യാറാകുന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ 16 മെത്രാന്മാർ ചേർന്ന സമിതിയോടായിരുന്നു ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ ഭാഗവും ചർച്ചയിൽ സമവായ നീക്കം എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചത്. അത് ചർച്ച അങ്ങേയറ്റം സൗഹാർദ്ദപരമായിരുന്നു. ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മതസൗഹാർദ്ദമാണ്, മതമൈത്രിയാണ് അവർക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ, അതായത് മതത്തിന്റെ പേരിൽ ഉണ്ടായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ പാടില്ല. അതിന് ലീഗ് കൂട്ടുനിൽക്കുകയുമില്ല എന്നുള്ള തരത്തിലായിരുന്നു തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം. അത്തരത്തിൽ തന്നെയായിരുന്നു. മാത്രമല്ല, ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനായി സഭയെ ഉൾപ്പെടെ അല്ലെങ്കിൽ മുനമ്പത്തെ സമരസമിതി അംഗങ്ങളും ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അവരുൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സജഷൻസ് സർക്കാരിനെ അറിയിക്കും. സർക്കാരുമായി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഇതിന് എന്ത് പരിഹാരം കാണാൻ കഴിയും, ഏത് തരത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ള നിർദ്ദേശവും സഭയുടെ ആളുകൾ വെച്ചിട്ടുള്ള സജഷൻ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ സർക്കാരിനെ അറിയിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 21-ാം തീയതി ചേർന്ന ഈ പറയുന്ന സർവകക്ഷി യോഗത്തിന് ശേഷം അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ ഈ ഒരു സമവായ നീക്കത്തെ കുറിച്ച് അറിയിക്കും, അതല്ലെങ്കിൽ സജഷൻസ് അറിയിക്കുമെന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ മീഡിയയോട് പ്രതികരിച്ചതാണ്. എന്തായാലും ഈ ചർച്ചയ്ക്ക് മുൻപ് ഉണ്ടായിരുന്ന, ചർച്ചയ്ക്ക് ശേഷം ഇരു കൂട്ടരും അങ്ങേയറ്റം സൗഹാർദ്ദപരമായിരുന്ന ഒരു ചർച്ചയാണ് നടന്നിരുന്നത് എന്നുള്ള ഒരു സാഹചര്യം. ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. ലീഗ് നേതാക്കൾ മുൻകൈയെടുത്ത് ലത്തീൻ സഭ അധികൃതരുമായി ചർച്ച നടത്തുന്നു. 16ഓളം ബിഷപ്പുമാരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും മുനമ്പത്ത് സമവായ ശ്രമങ്ങൾ സജീവമായി തുടരുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് ഒരു അന്തിമ പരിഹാരം, ശാശ്വതമായ പരിഹാരം എന്ന മുനമ്പം നിവാസികളുടെ ആവശ്യങ്ങൾ ഫലം കാണുമോ എന്നതും കാത്തിരുന്നു കാണുന്നു. ആജ്ഞ രവീന്ദ്രനാണ്. ആജ്ഞ, തുടരണം. മറ്റൊരു വാർത്തയിലേക്ക് കൂടി വരേണ്ടതുണ്ട്. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവാക്കള്ളന്മാർ. വടക്കൻ പരവൂരിൽ മോഷണം ശ്രമം നടത്തിയത് കുറുവാ സംഘമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആലുവ റൂറൽ SP വൈഭവ് സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രജിസ്റ്റർ ചെയ്ത 2 കേസുകളിൽ അന്വേഷണത്തിനായി മുനമ്പം DYSP S ജയേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അതീവ അപകടകാരികളായ കുറുവാ സംഘത്തിന്റെ മുൻകാല പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. ഒപ്പം പ്രാദേശികമായ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മോഷണം നടന്ന ചേന്ദമംഗലത്തും പരിസര പ്രദേശങ്ങളിലും ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള പൊതുസ്ഥലങ്ങളിലും നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആജ്ഞ,
ജയിലിലേക്ക് വരാം അല്പസമയത്തിനകം. ഏതായാലും കുറുവാ സംഘത്തിൽപ്പെട്ട ഒരാളെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മണികണ്ഠൻ എന്നയാളെ വെറുതെ വിട്ടു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മണികണ്ഠൻ കുറുവാ സംഘവുമായി ബന്ധമില്ല എന്നാണ് പോലീസ് സംഘത്തിന്റെ ഒരു കണ്ടെത്തലും നിഗമനവും മറ്റും. പക്ഷേ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് പുരോഗമിക്കുന്നുണ്ട്. 14ഓളം സംഘാംഗങ്ങൾ കേരളത്തിലുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരെ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണിപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആജ്ഞ ഈ കുറുവാ സംഘമാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നില്ല വടക്കൻ പരവൂരിലെ മോഷണം. പക്ഷേ മറ്റ് ചില സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ നീക്കം? ഡ്രോൺ ഉൾപ്പെടെയുള്ള തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷിക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പോലീസിന് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അത് മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നൈറ്റ് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇത് സൂചിപ്പിച്ച പോലെ കുറുവാ സംഘമാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ കുറുവാ സംഘങ്ങളുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായി സാമ്യമുള്ള മോഷണ രീതിയൊക്കെ അവരിൽ നിന്ന് ഈ കഴിഞ്ഞ നവംബർ 13 നടന്നിട്ടുള്ള മോഷണത്തിൽ, നോർത്ത് പറവൂരിൽ നടന്നിട്ടുള്ള മോഷണത്തിൽ അതിന് ലഭിച്ച വിശ്വാസത്തിലൊക്കെ ഇത്തരത്തിൽ കുറുവാ സംഘങ്ങളുമായി സാമ്യതയുള്ള മൂവ്മെന്റ്സും വസ്ത്രധാരണ രീതിയും ഒക്കെ ആയിരുന്നു അവരിൽ കണ്ടെത്തിയിരുന്നതെങ്കിൽ പോലും കുറുവാ സംഘങ്ങളുടെ മോഷണ രീതി ആയിരുന്നില്ല. അതല്ലെങ്കിൽ 10ഓളം വീടുകളിൽ കയറിയെങ്കിലും വിലപ്പെട്ടതൊന്നും പോയിട്ടില്ലാത്ത സാഹചര്യം. മാത്രമല്ല, ഇതിന് അങ്ങേയറ്റം ആക്രമണ സ്വഭാവമുള്ള ആളുകളാണ്. മുൻപ് ഈ കുറുവാ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ആളുകൾക്ക് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നാട്ടുകാർക്കായാലും മോഷണ ശ്രമങ്ങൾക്കിടയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അത്തരത്തിലൊരു മൂവും ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരു സ്ഥലത്ത് തങ്ങി നിന്ന് മോഷണം നടത്തുന്ന ഒരു ശീലം ഇവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അടുത്ത ജില്ലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശത്തുള്ള, അതായത് പ്രദേശത്തെ ഈ കവർച്ചാ സംഘങ്ങളെയും നിരീക്ഷണം നടത്തുന്നുണ്ട്. ആലപ്പുഴയിലെ കൂടി ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും ഈ നോർത്ത് പറവൂരിൽ നടന്നിട്ടുള്ള മോഷണ ശ്രമങ്ങളുടെ വിശകലനം നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അതാണ് സാഹചര്യം. ആലപ്പുഴയിലും സമാനമായി തന്നെ ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ശരണ്യ, ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോലീസ് പിടിച്ച 2 പേരിൽ മണികണ്ഠനെ വിട്ടയച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മണികണ്ഠൻ ഇതുമായി ബന്ധമില്ല. മണികണ്ഠന്റെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ വന്ന് ബഹളമുണ്ടാക്കിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മണികണ്ഠൻ ഒരു കുറ്റവാളിയാണ്. ചില കേസുകൾ മണികണ്ഠന്റെ പേരിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് പോലീസിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണം? രഞ്ജിത്ത്, ഇന്നലെ തന്നെ മണികണ്ഠനെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിട്ടയച്ചിരുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ച വൈകിട്ടാണ് മണികണ്ഠനെയും സന്തോഷ് സെൽവത്തിനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ഇത്രയും ദിവസം കസ്റ്റഡിയിൽ വെക്കുക മാത്രമാണ് മണികണ്ഠൻ ചെയ്തിട്ടുള്ളത്. കാരണം മറ്റ് പ്രതികരിക്കപ്പെടുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്കോ നീങ്ങുന്നുള്ള യാതൊരു തെളിവും പോലീസിന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യലിലും മണികണ്ഠൻ ഇത്തരത്തിൽ ഈ കൃത്യങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് വ്യക്തമായിരുന്നു. ഇത്തരത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതായത് ഒക്ടോബർ 23 മുതൽ നവംബർ 14 വരെ മണികണ്ഠൻ തമിഴ്നാട്ടിലായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത് ഒക്ടോബർ 30-നാണ് ആദ്യം മോഷണം നടക്കുന്നത്. പിന്നീട് നവംബർ 14 മുമ്പ് കേസുകൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ മണ്ണഞ്ചേരിലടക്കം സന്തോഷത്തിൽ വെച്ച് മോഷണം നടത്തുന്ന സമയത്ത് മണികണ്ഠൻ കൂടെ ഇല്ലായിരുന്നു എന്ന് ടവർ ലൊക്കേഷൻ അടക്കം വെച്ചുകൊണ്ട് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. ഇന്നലെ മണികണ്ഠനെ വിട്ടയക്കുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. കാരണം കസ്റ്റഡിയിൽ വെക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ ഇയാൾക്ക് മറ്റു ചില ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ സ്റ്റേഷനുകളിലേക്കും മണികണ്ഠനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടും മോഷണവുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് മണികണ്ഠനെ വിട്ടയച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ മണികണ്ഠൻ തിരുട്ടി ഗ്രാമത്തിലേക്ക് വിവാഹിതനായി വന്ന ആളാണ്. സെൽവത്തിന്റെ സഹോദരി ബന്ധുവിനെ വിവാഹം കഴിച്ചുകൊണ്ടാണ് ഇവിടേക്ക് എത്തുന്നതും. കുണ്ടന്നൂരിൽ കൊട്ടവഞ്ചി തുഴഞ്ഞാണ് മത്സ്യബന്ധനം നടത്തിയാണ് ഇവർ ജീവിച്ചു പോകുന്നത്. ഇവരുടെ ഇടയിലേക്കാണ് 2 മാസം മുമ്പ് സന്തോഷ് സെൽവം എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുടർച്ചയായി നടന്ന ഇതിനു മുമ്പ് സന്തോഷം ഉണ്ടായിട്ടുള്ള പാലയിലെ കേസുകളിലൊക്കെ
തന്നെയും മണികണ്ഠന് മറ്റു റോൾ ഇല്ല എന്നുള്ളത് പോലീസ് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇന്നലെ തന്നെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് സന്തോഷിനെ വിട്ടുകിട്ടുന്നതിനുള്ള കസ്റ്റഡി അപേക്ഷ കോടതിയിൽ പോലീസ് നൽകും. ഏതായാലും കുറുവാ സംഘം അംഗമെന്ന് കരുതി കസ്റ്റഡിയിലെടുത്ത മണികണ്ഠനെ വിട്ടയച്ചു. പക്ഷേ മറ്റ് ആളുകൾക്കുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനും ഒപ്പം ശരണ്യ സ്നേഹജനുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. റാമ്പുകളിൽ തരംഗമാവുകയാണ് നേപ്പാളിൽ നിന്ന് എത്തിയ ഒരു പൊറോട്ട മേക്കർ. ജീവിതം കരുപ്പിടിപ്പിക്കാൻ പൊറോട്ട വീശുമ്പോഴും മോഡലിംഗിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് നേപ്പാളുകാരൻ അക്കൽ ടൈലയെ ഫാഷൻ റാമ്പുകളിൽ എത്തിച്ചത്. ഹോട്ടൽ ജോലിയുടെ തിരക്കിനിടയിലും സ്വപ്നങ്ങൾ നേടിയെടുത്ത അക്കലിന്റെ വിശേഷങ്ങളാണ് ഇനി. നെടുങ്കണ്ടം പടിഞ്ഞാറേ കവലയിലെ അല്ലൂസ് തട്ടുകടയിൽ നല്ല ചൂട് പൊറോട്ടയും ദോശയും ഓംലേറ്റും ഒക്കെ ഒരുക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഇന്ന് ഫാഷൻ റാമ്പുകളിലെ താരവുമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് നേപ്പാൾ തെങ്കഥയിൽ നിന്നും അക്കൽ കുടുംബത്തിനൊപ്പം നെടുങ്കണ്ടത്തെത്തിയത്. മാതാപിതാക്കൾ പിന്നീട് മടങ്ങിയെങ്കിലും അക്കലും ചേട്ടനും ഇപ്പോൾ നെടുങ്കണ്ടംകാരായി. നന്നായി മലയാളം സംസാരിക്കും. തുടക്കം മുതൽ ഹോട്ടൽ ജോലികളായിരുന്നു ചെയ്തു വന്നിരുന്നത്. ഇതിനിടെ പൊറോട്ട അടിക്കാനും പഠിച്ചു. ഹോട്ടൽ ജോലികൾക്കിടയിലും തന്റെ മോഡലിംഗ് സ്വപ്നങ്ങൾ വിട്ടുകളയാൻ അക്കൽ തയ്യാറായിരുന്നില്ല. 2 വർഷം മുൻപ് പരിശ്രമം തുടങ്ങി. ഞാൻ വന്നിട്ട് മൊത്തം 6-7 കൊല്ലമായി. പിന്നെ മലയാളമൊക്കെ അത്യാവശ്യം നല്ലപോലെ അറിയോ. പിന്നെ മോഡലിങ്ങിൻ്റെ കാര്യം 2 വർഷം മുമ്പ് എനിക്ക് താല്പര്യമായിരുന്നു. അങ്ങനെ കാണുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ റാമ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറേ ഷോ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 കേരള കോൺഫിഡന്റ് ഐക്കണാണ് എനിക്ക് കിട്ടിയത്. നിരവധി ഫാഷൻ ഷോകളിൽ ഇതിനകം പങ്കെടുത്ത അക്കൽ കഴിഞ്ഞയിടെ എറണാകുളത്ത് നടന്ന ഫാഷൻ സൂം മത്സരത്തിൽ കോൺഫിഡന്റ് ഐക്കണായും തെരഞ്ഞെടുക്കപ്പെട്ടു. പരസ്യ ചിത്രങ്ങളിലും മുഖം കാട്ടി. തുടക്കത്തിൽ അവസരം ലഭിച്ചെങ്കിലും തുടർച്ചയായി പരിശ്രമിച്ചതാണ് ഈ പൊറോട്ട മേക്കർക്ക് വിജയം നേടിക്കൊടുത്തത്. വന്നത് പക്ഷെ ആഗ്രഹം തോന്നി കഴിഞ്ഞിട്ടാണ് ഞാൻ മോഡലിംഗ് ചെയ്തത്. പിന്നെ എന്നെ കുറേ കൂട്ടുകാർ 2 ആൾക്കാർ പറഞ്ഞ് എനിക്ക് നല്ല ലുക്ക് ഉണ്ട്, നല്ല ഫിറ്റ്നസ് ഉണ്ട്, മോഡലിനെ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞു. പക്ഷെ മോഡലിനെ ഇറങ്ങിയിട്ട് വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ നേരിട്ടാൻ വേണ്ടി നോക്കിയായിരുന്നു. അല്ലൂസ് തട്ടുകട ഉടമ അൽ അമീനും സുഹൃത്തുക്കളും നൽകുന്ന പിന്തുണയാണ് അക്കലിന്റെ മുതൽക്കൂട്ട്. ഫാഷൻ ഷോയിൽ പങ്കെടുക്കാൻ അക്കൽ പോകുമ്പോൾ കട അടച്ചിടേണ്ട സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ജീവിതം കരുപിടിപ്പിക്കാൻ കേരളമേകിയ കരുത്ത്. മോഡലിംഗിലെ തന്റെ സ്വപ്നങ്ങൾ കീഴടക്കാൻ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ യുവാവ്. ന്യൂസ് 18 ഇടുക്കി. കുറ്റിപ്പുറം മിനി പമ്പയ്ക്ക് ശബരിമല ഇടത്താവളമെന്ന പദവി നഷ്ടം. ഇതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിനായി ഒരു സൗകര്യവും മിനി പമ്പയിൽ ഇക്കുറി ഉണ്ടാവില്ല. ഇടത്താവള പദവി നഷ്ടമായതറിയാതെ മിനി പമ്പയിലെത്തിയ തീർത്ഥാടകർ ഇതോടെ പ്രയാസത്തിലായി. മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ ഒഴുക്ക് കൂടിയതിനെ തുടർന്ന് 1.5 പതിറ്റാണ്ട് മുൻപാണ് മിനി പമ്പയ്ക്ക് സർക്കാർ ശബരിമല ഇടത്താവള പദവി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയതോടെ ഓരോ തീർത്ഥാടന കാലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 10 ലക്ഷം രൂപ വരെ അനുവദിച്ചിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് 24 മണിക്കൂറും പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസിനെയും നിയമിച്ചിരുന്നു. പദവി നഷ്ടപ്പെട്ടതോടെ ഇത്തവണ മിനി പമ്പയിൽ ഒരു ഒരുക്കവും നടത്തിയില്ല. ഇതറിയാതെ എത്തിയ ഭക്തരാണ് പ്രയാസത്തിലായത്. ഇടത്താവളമില്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ്. സ്വാമിമാർ ഭക്തജനങ്ങളൊക്കെ കുളിക്കാനും പുഴയിലിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആരും മിസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളുമാണ്. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ മിനി പമ്പയിൽ സൗകര്യമില്ല. പുതിയ പാലത്തിലിരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. കൂടാതെ പുഴയിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് അപകട സാധ്യതയും കൂട്ടുന്നു. We are coming here from past 10 years. Nowadays we are facing issues to like we are not able to making food in roadside. We are requesting at least we need to government need to provide temporary sheds for swamis because we are coming from long states and we are not able to make a food in the roads and water service also is not good.
മുൻവർഷങ്ങളിൽ ഷവർ ബാത്ത്, ശുചിമുറി, കുളിക്കടവുകൾ എന്നിവ ഒരുക്കിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം മിനി പമ്പയെ അധികൃതർ അവഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം തവനൂർ പഞ്ചായത്താണ് തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള പന്തലൊരുക്കിയത്. ഇക്കുറി ഇതുമുണ്ടായിട്ടില്ല. മിനി പമ്പയിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ MTM അടക്കം ഉപയോഗശൂന്യമായി. ന്യൂസ് 18 തിരൂർ. രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമാണ്. വാർത്തകൾ തുടരും. പാലക്കാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുണ്ടാകും. വയനാട് ഹർത്താലുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ശബരിമല വിശേഷങ്ങളുണ്ട്. കാത്തിരിക്കുക പ്രേക്ഷകർ. ന്യൂസ് 18 തുടരുക. എല്ലാ പ്രേക്ഷകർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. മരിച്ചവർക്ക് ഒന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കഷ്ടപ്പാടാണ്. എല്ലാം പോയി. തോട്ടങ്ങളും 2-3 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു, 10 വാഹന കട റൂമുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു. മറന്നെന്ന് തോന്നുന്നുണ്ട്.